ശരി. അപ്പൊ നമ്മൾ ഫസ്റ്റ് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗിലേക്ക് പോവാം. അപ്പൊ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗിനകത്ത് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആ വരിക. അപ്പൊ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും കോഡിംഗ് ആൻഡ് ഡീകോഡിംഗിൽ വരിക. അപ്പൊ അതിന് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഓർത്താൽ മതി. അപ്പൊ ഇതിനകത്തേക്ക് വരുമ്പം കോഡിംഗ് ആൻഡ് ഡീകോഡിംഗിൽ വരുമ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും കോമൺ ആയിട്ട് PSC ആണെങ്കിലും ഏത് എക്സാം ആണെങ്കിലും ചോദിക്കുന്ന കോഡിംഗ് എന്ന് പറഞ്ഞാൽ ആൽഫബറ്റിന് എന്താ ചെയ്യുക, നമ്പേഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കോഡിംഗ് ആണ്. ആൽഫബറ്റിനെ നമ്മൾ നമ്പേഴ്സുമായിട്ട് കണക്ട് ചെയ്യും. ഈവൻ ഇത്തവണ UPSC എഴുതിയ ആൾക്കാർക്ക് അറിയാം, UPSC-യിലും അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആൽഫബറ്റിനെ നമ്പേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിങ്ങൾ ഏറ്റവും കോമൺ ഈ ആൽഫബറ്റ്സിന്റെ നമ്പേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് PSCസിൽ ചോദിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ കോഡിംഗ് ആണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം മൊത്തം എത്ര ആൽഫബറ്റ് ഉണ്ട്, 26 ആൽഫബറ്റ് ഉണ്ട് അല്ലെ. അപ്പൊ ആ 26 ആൽഫബറ്റിൽ A1 B2 C3 ഈ രീതിയിൽ ഇങ്ങനെ പോകുന്ന 26 വരെയുള്ള ആൽഫബറ്റ്സ് ആണ്. ഐ മീൻ സെഡിന് 26 വരെ ഈ രീതിയിലുള്ള കോഡിംഗ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് ചോദിക്കുന്ന കോഡിംഗ്. ഓക്കെ. അപ്പൊ ഇതിനകത്തേക്ക് വരുമ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഇതില് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ആൽഫബറ്റ് തരികയാണ്. ഇപ്പൊ ഞാൻ O അല്ലെങ്കിൽ P എന്താന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് 16 ആണ് എന്ന് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സ്പീഡിൽ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഇതിൽ ചിലർ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാം എഴുതി നോക്കും, ABCD തൊട്ട് Z വരെ ഇങ്ങനെ എഴുതിയിട്ട് ഈ 26 വരെ എഴുതി വെക്കും. ചിലർ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ ചിലപ്പോൾ അങ്ങനെ എഴുതി വെക്കുന്ന ആൾക്കാരുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ വേറൊരു ഐഡിയ പറഞ്ഞുതരാം. അതായത് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഐഡിയ പറഞ്ഞുതരാം. അതിനകത്ത് ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ABCD ആദ്യത്തെ ആൽഫബറ്റ്സ് ആണല്ലോ. അപ്പൊ അത് നിങ്ങൾക്ക് A1 ആണെന്നും B2 ആണെന്നും C3 ആണെന്നും D4 ആണെന്നും നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാണ്ട് പറയാൻ പറ്റും അല്ലെ. ഈ 4 എണ്ണം നിങ്ങൾ അങ്ങനെ ഓർക്കും. ABCD 1 2 3 4 ആയിരിക്കും. ഫൈൻ ആണല്ലോ. അതേപോലെ തന്നെ XYZ അവസാനത്തെ 3 ആൽഫബറ്റ് ആണ് നിങ്ങൾക്ക് അറിയാലോ. XYZ എന്ന് പറഞ്ഞാൽ 24 25 26 ആയിരിക്കും. ഇതും നമ്മൾ ഓർത്തിരിക്കാം. ഓക്കെ, ഇതും നമ്മൾ ഓർത്തിരിക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആൽഫബറ്റ്സ് പഠിക്കാൻ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. അതിൽ ഫസ്റ്റ് നിങ്ങൾ ഓർക്കേണ്ട സാധനമാണ് ഇജോട്ടി. ഇതും നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും, നിങ്ങൾക്ക് അറിയുണ്ടാവും. ചിലപ്പോൾ എന്റെ ക്ലാസ്സിൽ ഇരുന്നവർക്ക് ഓൾറെഡി അറിയുണ്ടാവും. ഇജോട്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ബൈ ഹാർട്ട് പഠിക്കുക. ഇജോട്ടി ഇതെന്തിനാ നമ്മൾ പഠിക്കുന്നത്? E എന്ന് പറഞ്ഞാൽ 5th ആൽഫബറ്റ് ആണ് അല്ലെ. E എന്ന് പറഞ്ഞാൽ 5th ആൽഫബറ്റ് ആണ്. J എന്ന് പറഞ്ഞാൽ 10th ആൽഫബറ്റ് ആണ്. O എന്ന് പറഞ്ഞാൽ 15th ആൽഫബറ്റ് ആണ്. T എന്ന് പറഞ്ഞാൽ 20th ആൽഫബറ്റ് ആണ്. T 20th ആൽഫബറ്റ് ആണ്. Y എന്ന് പറഞ്ഞാൽ 25th ആൽഫബറ്റ് ആണ്. അപ്പൊ Y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25th ആൽഫബറ്റ് ആണ്. അപ്പൊ ഇത്രയും നമ്മൾ പഠിച്ചു. അപ്പൊ നിങ്ങൾ എന്ത് പഠിക്കുക, ഇജോട്ടി എന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇജോട്ടി ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 10 15 20 25 ഇത്രയും ആൽഫബറ്റ്സ് ഒറ്റയടിക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. അത് കൂടാണ്ട് ഇനിയിപ്പോ ബാക്കി ആൽഫബറ്റ്സ് നമുക്ക് പഠിക്കണം. അതിന് ഞാനൊരു ഐഡിയ പറഞ്ഞു. അത് നമ്മൾ എങ്ങനെയാ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ബാക്കിയുള്ള ആൽഫബറ്റ്സ് ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇത് പഠിക്കാൻ ഒരു ഐഡിയയും കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് വിഷ്വൽ മെമ്മറി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ വിഷ്വൽ മെമ്മറി വർക്ക് ചെയ്യുന്ന രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ ഞാൻ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ PSCയുടെ ടെസ്റ്റുകളിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് ചെയ്യാൻ പറ്റണം നിങ്ങൾക്ക്. അതിന് വേണ്ടിയിട്ടാണ്. UPSCയിലേക്ക് വരുമ്പോൾ ഇതിന്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് കുറച്ച് ടൈം കിട്ടും. അപ്പൊ കുറച്ചുകൂടി ചിന്തിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് UPSCയുടെ. മറ്റേത് അങ്ങനെയല്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് വരുമ്പോൾ നമുക്ക് ഇതാണ് ബാക്കിയുള്ള ആൽഫബറ്റ്സ്. അപ്പൊ ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. അപ്പൊ ഇതിൽ നമ്മൾ വിഷ്വൽ മെമ്മറി യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ വിഷ്വൽ മെമ്മറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വർക്കാവും, പെട്ടെന്ന് കത്തും. അതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ ഇതില് F നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങൾ ഇങ്ങനെ ഒരു 6 പോലെ ഓർക്കുക. ഇതിങ്ങനെ Fന്റെ ഇവിടെ ഇങ്ങനെ ഒരു ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 പോലെ തോന്നുന്നുണ്ടല്ലോ. അപ്പൊ F എന്തായിരിക്കും? 6 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി P നിങ്ങൾ ഓർക്കുമ്പോൾ P ഒരു 6 തലതിരിച്ച പോലെയല്ലേ. P ഒരു 6 തലതിരിച്ച പോലെയാണ് അല്ലെ. അപ്പൊ Fന് ഓൾറെഡി നമ്മൾ 6 കൊടുത്തു. P കുറച്ച് കഴിഞ്ഞിട്ടുള്ള ആൽഫബറ്റ്. അപ്പൊ നിങ്ങൾ ഓർക്കുക P എന്തായിരിക്കും? 16 ആയിരിക്കും. ഓക്കെ. ഇനി Gയിലേക്ക് വരുമ്പോൾ Gനും Qനും ഉള്ള പ്രത്യേകത എന്താ? Gന് ഒരു വാലുണ്ട് അല്ലെ, ഇങ്ങനെ ഒരു വാലുണ്ട്. Qനും ഇതേപോലെ ഒരു വാലുണ്ട്. അപ്പൊ ഈ വാല് നിങ്ങൾ നോക്കുമ്പോൾ ഒരു 7 പോലെയല്ലേ നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പൊ G 7th ആൽഫബറ്റ് ആയിരിക്കും, Q 17th ആൽഫബറ്റ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് നിങ്ങൾ തൽക്കാലം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. ഇത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മതി. പക്ഷെ ഇത് വിഷ്വൽ മെമ്മറി വെച്ചിട്ടായതുകൊണ്ട് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് ക്ലിക്ക് ആവും. ഞാൻ കാണിച്ചു തരാം. ഇനി Hലേക്ക് വരുമ്പം നിങ്ങൾ മേലെയും താഴെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു 8 പോലെയാണല്ലോ H കിടക്കുന്നത്. അപ്പൊ H എന്തായിരിക്കും? 8 ആയിരിക്കും. ഓക്കെ. Rലേക്ക് വരുമ്പം Rഉം നിങ്ങൾക്ക് ഇങ്ങനെ താഴെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു 8 പോലെയല്ലേ. അപ്പൊ R എന്തായിരിക്കും? 18 ആയിരിക്കും.
ഓക്കെ ആണല്ലോ. ഇനി ഐയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇതൊരു ഇങ്ങനെ ഒരു 9 പോലെ ഓർക്കുക. ഐ എന്ന് പറയുമ്പോൾ 9 പോലെ ഓർക്കുക. ഓക്കെ, അപ്പൊ ഐ എന്ന് പറഞ്ഞാൽ 9 ആയിരിക്കും. എസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു 9 ഇങ്ങനെ ഈ രീതിയിൽ ഒരു 9 ഒന്ന് ഓർത്ത് നോക്കുക. അത് ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്ത ഒരു 9 തലതിരിച്ച് എഴുതിയ പോലെ ഒക്കെ ഫീൽ ചെയ്യും. അപ്പൊ എസ് എന്താണ്? 19 ആണ്. ഓക്കെ, ഇനി കെ യു ഞാൻ ലാസ്റ്റ് പറയാം. വിയിലേക്ക് വരുമ്പോൾ വി എന്ന് പറഞ്ഞാൽ എന്താ? വിക്ടറി ഓർക്കുക. വി എന്ന് പറയുമ്പോൾ വിക്ടറി. വിക്ടറി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെയല്ലേ കാണിക്കുക? 2 എന്നാണ് കാണിക്കുക. അപ്പൊ വി എന്ന് പറഞ്ഞാൽ 22 ആയിരിക്കും. ഓക്കെ, ഇനി എൽ എന്ന് പറഞ്ഞാലും ഇങ്ങനെ കുറച്ച് നമ്മൾ ഇതൊരു നീട്ടിക്കഴിഞ്ഞാൽ ഇതൊരു വി പോലെയല്ലേ? അപ്പൊ വിക്ടറി 2. അപ്പൊ എൽ എന്താണ്? 12 ആയിരിക്കും. ഓക്കെ, ഇനി എമ്മും ഡബ്ല്യു നിങ്ങൾക്ക് ഏത് ആൽഫബറ്റ് ഏത് നമ്പർ പോലെയാ തോന്നുന്നത്? എം ഒരു 3 ഇങ്ങനെ എഴുതിയതുപോലെയും W3 ഇങ്ങനെ എഴുതിയതുപോലെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക അല്ലെ? അപ്പൊ എം 13th ആൽഫബറ്റ് ആണ്, ഡബ്ല്യു എന്ന് പറഞ്ഞാൽ 23 ആൽഫബറ്റ് ആണ്. ഓക്കെ, ഇനി എന്നിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു 4 പോലെ ഓർക്കാം, അല്ലെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഓർക്കാം. അപ്പൊ എൻ എന്താ? 14 ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർക്കാം എം 13 ആണല്ലോ, എം 3 പോലെ 13. അപ്പൊ അത് കഴിഞ്ഞിട്ട് എൻ വരുന്നത് 14 ആയിരിക്കും ഒബ്വിയസ്ലി. ഇനി കെ എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു 1 പോലെ ഉണ്ട്, അതേപോലെ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയ ഇത് ഒരു 1 പോലെ ഫീൽ ചെയ്യും. അപ്പൊ കെ ഒരു 11 ആണെന്ന് ഓർക്കാം. ഓക്കെ, യു എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഇങ്ങനെ 2 1 എഴുതിയ പോലെയാണ്. അപ്പൊ 2 1 എന്ന് ഓർക്കുക. 2 1. അപ്പൊ 21 ആണ് യു. ഇത് നിങ്ങൾക്ക് കത്തിയോ? ക്ലിക്കായോ? ഓക്കെ ആണോ? ഇതിന്റെ ഗുണം എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ഓർത്താൽ മതി. ഇപ്പോ നിങ്ങൾക്ക് ഇത് വർക്ക് ആവും, നിങ്ങളുടെ വിഷ്വൽ മെമ്മറി കുറച്ചും കൂടി അടിപൊളിയായിട്ട് വർക്ക് ആവും. അപ്പൊ നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആയിട്ട് വർക്ക് ആയിക്കോളും. ഓക്കെ ആണോ പറഞ്ഞത്? എല്ലാവർക്കും ക്ലിയർ ആണോ? അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്നും കൂടി പറയാം. ഓക്കെ, ജസ്റ്റ് ഒന്നും കൂടി പറയാം. അപ്പൊ നിങ്ങൾ ഇത് ഓർക്കുക, എന്നിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഉത്തരം പറയണം, എന്താണെന്ന് പറയണം. ഓക്കെ, ഒന്നും കൂടി നമുക്ക് നോക്കാം. അപ്പൊ എഫ് എങ്ങനെയാ ഓർക്കേണ്ടത്? എഫ് ഒരു 6 പോലെ ഓർക്കുക. അപ്പൊ എഫ് 6 ആണ്. പി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു 6 തലതിരിച്ചിട്ട പോലെയാണ്. അപ്പൊ പി 16 ആണ്. ജിനും ക്യൂവിനും ഉള്ള പ്രോപ്പർട്ടി എന്താ? വാലുണ്ട് അല്ലെ? വാല് 7 പോലെയാണ്. അപ്പൊ ജി 7 ആണ്, ക്യൂ 17 ആണ്. എച്ച് ഇങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 8 പോലെ ഫീൽ ചെയ്യും. അപ്പൊ ഇത് 8 ആണ്. ആറും ഇതേപോലെ തന്നെ ഒരു 8 പോലെ ഫീൽ ചെയ്യും ക്ലോസ് ചെയ്താൽ. അപ്പൊ 6 18. ഐ 9 പോലെ ഓർക്കണം, ഇങ്ങനെ ഓർക്കണം. അപ്പൊ 9 ആണ്. എസ് ഇതേപോലെ ഇങ്ങനെ തിരിച്ചൊരു 9 എഴുതിയ പോലെ ഓർക്കണം. അപ്പൊ എസ് 19 ആണ്. ഓക്കെ, കെ എന്ന് പറയുമ്പോൾ ഒരു 1ഉം പിന്നെ ഇവിടെ ഒരു 1 ഉള്ള പോലെയാണ്. അപ്പൊ 11 ആണ് കെ വരിക. യു എന്ന് പറയുമ്പോൾ ഇങ്ങനെ 2 1 എഴുതിയ പോലെയാണ്. 2 1 2 1 21. വി വിക്ടറി എന്ന് ഓർക്കാൻ പറഞ്ഞു. അപ്പൊ 2 ആണ് വിക്ടറി എന്ന് പറഞ്ഞാൽ 2 2 22. എൽ എന്ന് പറഞ്ഞാൽ ഒരു വി പോലെയാണ്. അപ്പൊ 2 എന്ന് ഓർക്കുക, 12 ആണ്. ഓക്കെ, എമ്മും ഡബ്ല്യൂയും ഒരു 3 പോലെയാണുള്ളത്. അപ്പൊ എം 13ഉം ഡബ്ല്യു കുറെ കഴിഞ്ഞിട്ടുള്ളതായതുകൊണ്ട് 23. എന്നോ? എൻ 4 പോലെ ഓർക്കാൻ പറഞ്ഞു. അപ്പൊ 14 ആണ്. ഓക്കെ ആണല്ലോ. പിന്നെ ഇത് കൂടാണ്ട് നമ്മൾ ഇജോട്ടി പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഇജോട്ടി വെച്ചിട്ട് നമുക്ക് ഇ 5 ആണ്, ജെ 10 ആണ്, ഒ 15 ആണ്, ടി 20 ആണ്, വൈ 25 ആണ്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു എ ബി സി ഡി നിങ്ങൾ ഫസ്റ്റ് 4 ലെറ്റേഴ്സ് ആയതുകൊണ്ട് 1 2 3 4 എന്ന് ഓർക്കുക. എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 3 ആയതുകൊണ്ട് നിങ്ങൾ 24 25 26 ആണ് ഓർക്കുക. ഇത്രയും ഓർത്താൽ മതി. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഫസ്റ്റ് നിങ്ങളിത് പറയണം. ഞാൻ ഒരു എഴുതാണ് ഗ്രേറ്റ്. അപ്പൊ ഒന്ന് പറഞ്ഞേ, ജി എന്തായിരിക്കും വരിക? ഒന്ന് പറഞ്ഞേ, ജി എന്താ? കമന്റ് ചെയ്തേ നിങ്ങൾ. ഒന്ന് ഓർത്ത് നോക്കിയേ. ഇനി നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് പോയി റിവൈസ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ജി എന്ന് പറഞ്ഞ വാലുണ്ട്. അപ്പൊ 7. ഓക്കെ, ആറ് എന്താ വരിക? എന്താ വരിക? 6 എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 8 പോലെയാണ്. 6 കുറച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പൊ 18. ഇയോ? അപ്പൊ ഈ ഓർക്കുമ്പോൾ എന്ത് ഓർക്കണം? ഇജോട്ടി ഓർക്കണം അല്ലെ? ഈ ഇജോട്ടിയിലുണ്ട്, ആദ്യത്തെ ആളാണ്. അപ്പൊ 5. എ പിന്നെ എല്ലാവർക്കും അറിയാം 1 ആണെന്ന്. ടിയോ? ടിയു ഇജോട്ടിയിലുണ്ട്. അപ്പൊ ടി എന്താ വരിക? ഇജോട്ടി 20. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഓർക്കുക. അപ്പൊ ഇങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റും. ഇത് ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? ശരി. അപ്പൊ ഇത് വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് കുറെ ചോദിക്കുക. അപ്പൊ ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഓർക്കുക. രണ്ടാമത്തെ കാര്യം, രണ്ടാമതൊരു കോമൺ ആയിട്ടുള്ള കോഡിംഗ് എന്ന് പറഞ്ഞാൽ ആൽഫബറ്റിനെ നമ്പേഴ്സ് ആയിട്ട് തന്നെ കോഡ് ചെയ്യും, പക്ഷെ തിരിച്ചു കോഡ് ചെയ്യും. എന്ന് വെച്ചാൽ എനെ 26 ആയിട്ട് കോഡ് ചെയ്യും, ബിനെ 25 ആയിട്ട് കോഡ് ചെയ്യും, സിനെ 24 ആയിട്ട് കോഡ് ചെയ്യും. അങ്ങനെ സെഡിനെ അവസാനം 1 ആയിട്ട് കോഡ് ചെയ്യും. ഇങ്ങനെയും ചോദിക്കാറുണ്ട്, തിരിച്ചു കോഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പെട്ടെന്ന് ചോദിക്കാം, പി എന്തായിരിക്കും? അപ്പൊ അങ്ങനെയാണ് ഈ മോഡൽ ആണെങ്കിൽ, ഇങ്ങനെ തിരിച്ചാണെങ്കിൽ പി എന്തായിരിക്കും ചോദിച്ചാൽ
ഇത്ര ഓർത്താൽ മതി. നമുക്ക് നോർമൽ രീതിയിൽ നമുക്ക് പറയാം എങ്ങനെയാ ചെയ്യേണ്ടത്. നമ്മൾ പഠിച്ചു, വിഷ്വൽ മെമ്മറി ഒക്കെ ഉപയോഗിച്ച് എല്ലാം പെട്ടെന്ന് പറയാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അത് വെച്ചിട്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ നോക്കിയേ, എ നോർമൽ കോഡിങ്ങിൽ നമ്മളിപ്പം പഠിച്ച നോർമൽ കോഡിങ്ങിൽ 1 തൊട്ട് 26 ആണെങ്കിൽ എ 1 ആണെന്ന് നമുക്കറിയാലോ. എ 1 ആണ്. അപ്പൊ നിങ്ങൾ 27 അതങ്ങ് കുറച്ചാൽ മതി. 27 1 കുറച്ചാൽ എന്താ 26 ആണ്. അപ്പൊ എ 26 അല്ലേ ഇതിനകത്ത്. സെഡ് നിങ്ങൾക്കറിയാം നോർമൽ കോഡിങ്ങിൽ 26 ആണ്. അപ്പൊ ഇതിൽ എത്രയാ വരിക? 27 26 അങ്ങ് കുറച്ചാൽ മതി. അപ്പൊ 1 സെറ്റാണല്ലോ. അപ്പൊ എച്ച് എന്താ വരും? ഇങ്ങനെയാണെങ്കിൽ തിരിച്ചാണെങ്കിൽ, തിരിച്ചിട്ടുള്ള നമ്പർ വെച്ച് കോഡിംഗ് ആണെങ്കിൽ എച്ച് എന്താ വരും എന്ന് പറഞ്ഞേ. എന്ത് വരുമായിരിക്കും? പറഞ്ഞേ, വേഗം പറഞ്ഞേ. ആണോ? എച്ച് എന്താ നോർമൽ കോഡിംഗിൽ? എച്ച് എന്താ? നമ്മുടെ നോർമൽ 1 2 3 4 അങ്ങനെയാണെങ്കിൽ എച്ച് എന്താ വരിക? 8 ആണല്ലേ. എച്ച് ഇങ്ങനെ ക്ലോസ് ചെയ്ത ഒരു 8 പോലെയാണ്. അപ്പൊ നോർമലിലാണെങ്കിൽ എച്ച് 8. അപ്പൊ ഇങ്ങനെ 26 25 24 എന്നാണെങ്കിൽ എന്താ എച്ച് വരിക? 27 8 കുറയ്ക്കുക. 27 8 കുറയ്ക്കുക. അപ്പൊ എന്ത് വരും? 19. ഓക്കെ, മനസ്സിലായോ? ഓക്കെ ആണല്ലോ. ഐ എന്തായിരിക്കും വരിക? ഐ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാ ഓർക്കാൻ പറഞ്ഞ? നോർമൽ കോഡിംഗ് ആണെങ്കിൽ 9 ആണ് അല്ലെ, ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ പറഞ്ഞു 9. അപ്പൊ എന്ത് ചെയ്താൽ മതി? 27 9 കുറച്ചാൽ മതി. അപ്പൊ ഇതിന്റെ അകത്ത് 18 ആയിരിക്കും. അപ്പൊ ഇതാണ് ആൽഫബറ്റിന്റെ നമ്പേഴ്സുമായിട്ടുള്ള കോഡിംഗ് ഏറ്റവും കോമൺ ആയിട്ട്. ഒന്ന് ABC 1 to 26 അല്ലെങ്കിൽ തിരിച്ച് 26 to 1. ഇതൊക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ സെറ്റ് ഓഫ് കോഡിംഗ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് കോഡിംഗ് ആണ്. അതായത് റിവേഴ്സ് കോഡിംഗ് എന്ന് പറയുമ്പോൾ ഇനി ഉള്ള കോഡിംഗ് എന്ന് പറഞ്ഞാൽ ആൽഫബറ്റിന് ആൽഫബറ്റ് ആയിട്ട് തന്നെ കോഡ് ചെയ്യും. ആൽഫബറ്റിന് ആൽഫബറ്റ് ആയിട്ട് തന്നെ കോഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ആൽഫബറ്റിന് ആൽഫബറ്റ് ആയിട്ട് തന്നെ കോഡ് ചെയ്യുന്നതിൽ ഒരു കോമൺ ആയിട്ടുള്ള കോഡിംഗ് ആണ് റിവേഴ്സ് കോഡിംഗ്. റിവേഴ്സ് ചെയ്തിട്ട് കോഡ് ചെയ്യും. മനസ്സിലായോ? റിവേഴ്സ് ചെയ്ത് കോഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ AZ ആയിട്ട് കോഡ് ചെയ്യും, BY ആയിട്ട് കോഡ് ചെയ്യും, CX ആയിട്ട് കോഡ് ചെയ്യും, DW ആയിട്ട് കോഡ് ചെയ്യും, EV ആയിട്ട് കോഡ് ചെയ്യും. ഇങ്ങനെ പോകും. അതേപോലെ തിരിച്ചും സംഭവിക്കും. അതായത് ഇവിടെ Z-ന്റെ കോഡ് എന്താന്ന് ചോദിച്ചാൽ ഇതിനകത്ത് A ആയിരിക്കും. Y-ന്റെ കോഡ് എന്താന്ന് ചോദിച്ചാൽ ഇതിനകത്ത് B ആയിരിക്കും. X-ന്റെ കോഡ് എന്താന്ന് ചോദിച്ചാൽ ഇതിനകത്ത് C ആയിരിക്കും. ഇങ്ങനെ. അപ്പൊ ഇത് കുറച്ചുകൂടി പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വാക്കുകൾ പഠിക്കും. ഓക്കെ, നിങ്ങൾക്കറിയാം A എന്തായാലും Z ആയിട്ടാണല്ലോ കോഡ് ചെയ്യുന്നത്. നമുക്കറിയാം A എന്തായാലും Z ആയിട്ടായിരിക്കും ഇങ്ങനത്തെ കോഡിങ്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട വാക്കുകളാണ് ബോയ്. ഓക്കെ, ബോയ് എന്ന് പറയുമ്പോൾ BY ആയിട്ടാണ് കോഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. CUX ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്സ് എന്നൊക്കെ പഠിക്കാം. കോക്സ് CX ആയിട്ടാണ് കോഡ് ചെയ്യുക. ഇനി DW ആയിട്ടാണ് കോഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാവുന്ന ഒരു വാക്കാണ് ഡ്യൂ. അപ്പൊ DW ആയിട്ടാണ് കോഡ് ചെയ്യുന്നത്. ഇനി EV ആയിട്ടാണ് കോഡ് ചെയ്യുന്നത്. അതിനെ നിങ്ങൾ EV തന്നെ പഠിച്ചാൽ മതി. അതെ, EV നമുക്കറിയാം, ഇലക്ട്രിക് വെഹിക്കിൾ, EV എന്ന് പഠിക്കാം. FU ആയിട്ടാണ് കോഡ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണമെങ്കിൽ നിങ്ങൾ 4U എന്ന് പഠിക്കാം. 4U, FU ആയിട്ട് കോഡ് ചെയ്യും. GT ആയിട്ടാണ് കോഡ് ചെയ്യുന്നത്. അതിനെ നിങ്ങൾ പഠിക്കേണ്ട വാക്ക് ഗ്രേറ്റ്. GT ആയിട്ടാണ് കോഡ് ചെയ്യുന്നത്. അപ്പൊ ഗ്രേറ്റ് എന്ന് പറഞ്ഞ വാക്ക് പഠിക്കാം. HS ആയിട്ടാണ് കോഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈസ്കൂൾ എന്ന് പഠിക്കാം. HS ആയിട്ടാണ് കോഡ് ചെയ്യുന്നത്. ഇതിലിപ്പോ ഞാൻ ഈ പറയുന്ന വാക്കുകൾ എന്നെ പഠിക്കണം എന്നൊന്നും ഒരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്കുകൾ പഠിക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്താണോ ഹെൽപ്ഫുൾ ആവുന്നത് ആ വാക്കുകൾ പഠിച്ചാൽ മതി. ഓക്കെ, അതേപോലെ ചിലപ്പോൾ ചിലരുടെ ഇനീഷ്യൽസ് ഒക്കെ ഇതിൽ ഏതെങ്കിലും കോമൺ ആയിട്ട് വരും. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള പോലെ പഠിക്കാം. അപ്പൊ IR ആയിട്ടാണ് കോഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ IR തന്നെ പഠിച്ചാൽ മതി. ഇന്റർനാഷണൽ റിലേഷൻ അല്ലെങ്കിൽ ഇൻഫ്രാറെഡ്. അപ്പൊ IR ആയിട്ട് കോഡ് ചെയ്യും. JQ ആയിട്ടാണ് കോഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ജാക്ക് ആൻഡ് ക്യൂ എന്നൊക്കെ പഠിക്കാം. ജാക്ക് ആൻഡ് ക്യൂ, JQ ആയിട്ടാണ് കോഡ് ചെയ്യുന്നത്. KP ആയിട്ടാണ് കോഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കേരള പോലീസ് എന്നൊക്കെ പഠിക്കാം. KP, കേരള പോലീസ്. അല്ലെ വല്ല കൃഷ്ണപ്രിയ ഉണ്ടെങ്കിൽ കൃഷ്ണപ്രിയക്ക് KP എന്നാണ്, അങ്ങനെ വെച്ചിട്ട് പഠിക്കാം. എങ്ങനെ വേണമെങ്കിൽ പഠിക്കാം. ഇനി LO നിങ്ങൾക്ക് വേണമെങ്കിൽ ലവ് എന്ന് പഠിക്കാം, അല്ലെ ലോട്ടോ എന്ന് പഠിക്കാം. എന്ത് വേണമെങ്കിൽ ലവ്. അപ്പൊ LO ആയിട്ടാണെന്ന് ഓർക്കുക. MN ആയിട്ടാണ് കോഡ് ചെയ്യുന്നത്. അപ്പൊ മാൻ നോക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ വാക്കുകളൊക്കെ ഒന്ന് ജസ്റ്റ് എഴുതി വെക്കുക. അപ്പൊ ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് ഇതെങ്ങനെ നമ്മൾ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇത് ഓക്കെ ആണല്ലോ. ഈ വാക്കുകൾ, ഈ വേർഡ്സ് ഒക്കെ ഓർത്തിരിക്കുക. അപ്പൊ ഇതെന്താ? റിവേഴ്സ് കോഡിംഗ് ആണ്. റിവേഴ്സ് കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AZ BY CX അങ്ങനെ പോകുന്ന കോഡിംഗ്. ഓക്കെ, ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. 2 രീതിയിൽ യൂസ് വരും. ഒന്ന്, ഞാനിപ്പോ നിങ്ങളോട് പറയാണ്, ഇപ്പൊ MTH is coded with NGS, then what is code for rat എന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ ഫസ്റ്റ് ഇത് റിവേഴ്സ് കോഡിംഗ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണ്ടേ.
അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ എം ഇവിടെ എൻ ആയിട്ടാ കോഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ വാക്ക് മാൻ വർക്ക് ആവുന്നുണ്ട്. ടി എന്ന് പറയുന്നത് ഇവിടെ ജി ആയിട്ടാ കോഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ വാക്ക് ഗ്രേറ്റ് വർക്ക് ആവുന്നുണ്ട്. എച്ച് എസ് ആയിട്ടാണ് കോഡ് ചെയ്യുന്നത്. അപ്പൊ ഹൈസ്കൂൾ നമ്മുടെ വാക്ക് വർക്ക് ആവുന്നുണ്ട്. അപ്പൊ നമ്മുടെ എല്ലാ വാക്കുകളും ഇവിടെ വർക്ക് ആവുന്നുണ്ട്. അപ്പൊ ഇതെന്തായിരിക്കും? റിവേഴ്സ് കോഡിംഗ് ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാവും. മനസ്സിലായോ? അപ്പൊ അത് റിവേഴ്സ് കോഡിംഗ് ആണെന്ന് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ ആ വാക്കുകൾ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ റാറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ആറിന്റെ കോഡ് എന്തായിരിക്കും? ഒന്ന് പറഞ്ഞേ, ആറിന്റെ കോഡ് എന്താ റിവേഴ്സിൽ? അപ്പൊ ഏത് വാക്കാ ഓർക്കേണ്ടത്? IR അല്ലെ? IR എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ I ആയിരിക്കും. എ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം Z ആണ്. ടിയോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗ്രേറ്റ് അല്ലെ? ജി. അപ്പൊ TG ആയിട്ടായിരിക്കും കോഡ്. മനസ്സിലായി? ഇങ്ങനെയാണ് രണ്ട് രീതിയിൽ ഇത് ഉപയോഗിക്കേണ്ടത്. ഒന്ന്, നമുക്ക് തന്നിരിക്കുന്ന കോഡിംഗ് റിവേഴ്സ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് ഈ വാക്കുകൾ ഉപയോഗിക്കാം. പിന്നെ ഒരു വാക്കിന്റെ റിവേഴ്സ് കോഡിംഗ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു വാക്ക് ഞാൻ തരാം. ആ വാക്ക് നിങ്ങൾ ഒന്ന് പറയണം. ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ നമുക്ക് KS കോഡ് എന്താ വരിക എന്ന് പറഞ്ഞേ. കെന്റെ കോഡ് എന്താ വരിക? അപ്പൊ നിങ്ങൾ ഏത് വാക്ക് ഓർക്കണം? റിവേഴ്സ് കോഡിംഗ് ആണെങ്കിലാണേ. കെന്റെ എന്താ പറയാ? ഒന്ന് പറഞ്ഞേ, വേഗം പറഞ്ഞേ. കെ എന്താ വരിക? കേരള പോലീസ് എന്ന് ഓർക്കണം അല്ലെ? അപ്പൊ കെ എന്തായിരിക്കും? പി ആയിരിക്കും. എ പിന്നെ നിങ്ങൾക്ക് അറിയാം എന്തായാലും Z ആണ്. എസിന്റെ കോഡ് എന്താ വരിക റിവേഴ്സ് കോഡിംഗിൽ? H അല്ലേ വരിക? ഹൈസ്കൂൾ. അപ്പൊ H ആയിട്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് പഠിക്കാം റിവേഴ്സ് കോഡിംഗ്. ഓക്കെ ആണല്ലോ? ഇനി ഇത് കൂടാണ്ട്, അപ്പൊ ഇതാണ് ജനറൽ കോഡിംഗ്. ഞാനിപ്പം പറയുന്നത് ജനറൽ കോഡിംഗ് ആട്ടോ. ഇതല്ലാണ്ട് കോഡിംഗ് വരാം, പല രീതിയിൽ കോഡിംഗ് വരാം. പല പോലെ ഇഷ്ടമുള്ള പോലെ ഒരു എക്സാമിനൊക്കെ കോഡിംഗ് ഇടാം. അപ്പൊ ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ? കോമൺ ആയിട്ടുള്ള കോഡിംഗ് ആണ്. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് വരും. ഇനി ആൽഫബറ്റിനേക്ക് തന്നെ കോഡ് ചെയ്യുന്ന വേറെ കോഡിങ്സ് വരും. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങൾ ഇതിന്റെ ഒന്ന് ആൻസർ പറയാം. അപ്പൊ APT ഞാൻ കോഡ് ചെയ്യുന്നത് ഒരു BRW ആയിട്ടാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ MNOന്റെ കോഡ് എന്ന് പറഞ്ഞേ. APT BRW ആയിട്ടാണ് കോഡ് ചെയ്യുന്നതെങ്കിൽ MNOന്റെ കോഡ് എന്താണ് എന്ന് പറഞ്ഞേ. ഏ അപ്പൊ ഈ രീതിയിലും കോഡിംഗ് വരാം. അപ്പൊ ഇത് റിവേഴ്സ് കോഡിംഗ് ആണോ? അല്ല. അത് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും അല്ലെ? B ആയിട്ടാ കോഡ് ചെയ്യുന്നത്, AZ ആയിട്ടൊന്നും അല്ല. അപ്പൊ റിവേഴ്സ് കോഡിംഗ് അല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. അപ്പൊ അത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഇവിടെ APT കോഡ് ചെയ്തത് BRW ആയിട്ടാണ്. അതായത് AB ആയിട്ട് കോഡ് ചെയ്തു. സെറ്റാണല്ലോ? അപ്പൊ തൊട്ടടുത്ത ആളാണ് B. അപ്പൊ +1 ആ ചെയ്തത്. എന്റെ കൂടെ ഒന്ന് കൂട്ടുമ്പോ B കിട്ടും. P കഴിഞ്ഞിട്ട് R ആണോ വരുന്നത്? P കഴിഞ്ഞ് Q കഴിഞ്ഞിട്ടല്ലേ R വരുന്നത്? അപ്പൊ ഒരെണ്ണം കൂടി കഴിഞ്ഞിട്ടാ വരുന്നത്. അപ്പൊ ഇവിടെ സെന്ററിൽ ഒരാളുണ്ട്, PQR ആണ്. അപ്പൊ ഇവിടെ +2 ആ ചെയ്യുന്നത്. P+1 ചെയ്താൽ Q, +2 ചെയ്താലാണ് R വരിക. ഇനി T കഴിഞ്ഞിട്ട് PQRSTUVW. വ്യൂവും വിയും കഴിഞ്ഞിട്ടാണ് W. അപ്പൊ ഇവിടെ +3 ആണ് ചെയ്യുന്നത്. അപ്പൊ അതെന്നെ ഇപ്പുറത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഈ രീതിയിൽ കോഡിങ് വരാം, പല രീതിയിൽ വരാം. അപ്പൊ M കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ +1 ആണ് അടുത്ത ആള്. അപ്പൊ N ആണ് വരിക. N കഴിഞ്ഞ് O ഉണ്ട്, അത് കഴിഞ്ഞിട്ട് P ആ വരിക. അപ്പൊ ഇവിടെ P ആയിരിക്കും. ഇനി O കഴിഞ്ഞ് Pയും Qവും കഴിഞ്ഞിട്ടുള്ള ആളാണ് ഇവിടെ വരിക. അപ്പൊ ഇവിടെ NPR എന്നാണ് വരിക. ഓക്കെ ആണല്ലോ? ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി തരാം. ADN കോഡ് ചെയ്തിട്ടുള്ളത് GJT ആയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഡോഗിന്റെ കോഡ് എന്ന് പറഞ്ഞു ട്രൈ ചെയ്തേ. ഓക്കെ. ഇത് ഞാൻ തരാൻ ഒരു റീസണും കൂടി ഉണ്ട്.
ഇവിടെ ആക്ച്വലി നിങ്ങൾ നോക്കിയാൽ എ ജി ആയിട്ട് കോഡ് ചെയ്യുമ്പം എ ബി സി ഡി ഇ എഫ് കഴിഞ്ഞിട്ടാണ് ജി വരുന്നത്. അപ്പൊ ഇവിടെ കുറെ ആൾക്കാർ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇപ്പൊ ഡി നോക്കിയാലും എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ഒക്കെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിച്ച് ചെയ്യാം, നേരത്തെ നമ്മൾ ചെയ്ത പോലെ ചെയ്യാം. അതല്ലാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഐഡിയ ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് പഠിച്ച സാധനമല്ലേ ആൽഫബറ്റിന്റെ നമ്പേഴ്സ് നമ്മൾ പഠിച്ചില്ലേ A1 B2, അത് വെച്ചിട്ട് ഇവിടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞത്. എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആൽഫബറ്റാ നമുക്കറിയാം. ജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 7 ആണ്. ജിക്ക് വാലുണ്ട്, അപ്പൊ 7 ആണ് അല്ലെ. ഡി എന്ന് പറഞ്ഞാൽ 4ാമത്തെ ആളാണ്. ജെ ഇജോട്ടിനകത്തുണ്ട്, ഇജോട്ടിയിൽ 2ാമത്തെ ആൾ, അപ്പൊ 10 വരിക. എൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 14ആണ്. വിഷ്വൽ മെമ്മറി വർക്ക് ചെയ്യണം. N 14ആണ്. ടി ഇജോട്ടിയിലുള്ള ആളാണ് 20ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് മനസ്സിലാവുന്നില്ലേ, 1 7 ആയി +6, 4 10 ആയി +6, 14 20 ആയി +6. ഇങ്ങനെ ചെയ്താലും മതി. അപ്പൊ ഡി എന്താ വരിക? ഡി എന്ന് പറഞ്ഞാൽ 4ാമത്തെ ആളല്ലേ, അല്ലെ. ഡി 4ാമത്തെ ആളാ, അപ്പൊ +6 ചെയ്യാം. അപ്പൊ 10ാമത്തെ ആള് ആരാ? ജെ ആയിരിക്കും. അതിനും കൂടി നിങ്ങൾക്ക് നമ്മള് വിഷ്വൽ മെമ്മറി ഉപയോഗിച്ച ഓരോ നമ്പറും പഠിച്ചു കഴിഞ്ഞാൽ ഇതും നിങ്ങളെ പെട്ടെന്ന് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഓ എന്ന് പറഞ്ഞ എത്രാമത്തെ ആളാ? ഇജോട്ടിയിലത്തെ 3ാമത്തെ ആളാണ് ഓ എന്ന് വെച്ചാൽ 15 ആയിരിക്കും. 15 + 6 ചെയ്ത 21. 21ാമത്തെ ആളാരാ? 2 1, 21 2 1 ആരാ? യു അല്ലേ. അപ്പൊ യു ആണ് വരിക ഇവിടെ. 21 ആണ് യു. ജി നമുക്കറിയാം വാലുള്ള ആളാണ്, 7 ആണ്. അപ്പൊ 7ന്റെ കൂടെ 6 കൂട്ടിയ 13. 13ാമത്തെ ആളാരാ? 3 പോലുള്ള ആളാരാ? എം. അപ്പൊ ജെ യു എം. ഇങ്ങനെയും ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ. മനസ്സിലായോ? അപ്പൊ ഇതിൽ എസ്പെഷ്യലി ഇവിടെ കുറെ വരുന്നുണ്ട്, +6 ഒക്കെയാണ് വരുന്നത്. അപ്പൊ +5 +6 +7 എന്നൊക്കെ ഉള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ നമ്മൾ പഠിച്ച സാധനം അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് ഓക്കെയാണോ? അപ്പൊ ഇത്രയും നേരം പറഞ്ഞ കോഡിങ് ഓക്കെയാണോ? സെറ്റാണോ? അപ്പൊ ഞാൻ അത്ര ഡീപ്പായിട്ടൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ, നിങ്ങൾ KS-ന് 15 ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്ത് നിന്ന് വരുന്നത്. അപ്പൊ ആ 15 ക്വസ്റ്റ്യൻ വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓവറായിട്ട് ഡീപ്പിലേക്കൊന്നും പോകുന്നില്ല, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ ക്ലാസ് കാണുക, പ്ലസ് ഞാനിട്ട ആ PDF-ലുള്ള ക്വസ്റ്റ്യൻ ചെയ്യുക. വേറെ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ KS-ന്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഒരു 1-2 ക്വസ്റ്റ്യൻ ചെയ്യാം. അധിക ക്വസ്റ്റ്യൻ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ബാക്കി ക്വസ്റ്റ്യൻ നിങ്ങൾ PDF-ലുള്ള നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം. എന്നിട്ട് ഡൗട്ട് എന്തെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ 1-2 ക്വസ്റ്റ്യൻ തരാം. ഇത് 2019 KS-ൽ ചോദിച്ച ക്വസ്റ്റ്യൻ. ഇതൊന്ന് ചെയ്ത് നിങ്ങൾ വേഗം. ഓക്കെ, അപ്പൊ ഇത് നോർമൽ രീതിയിലുള്ള കോഡിംഗ് അല്ല അല്ലെ. ഇതൊരു സീരീസ് ആണ്, പക്ഷെ എയും ബി ഒക്കെ വരുന്നതുകൊണ്ട് ഞാൻ കോഡിങ്ങിൽ ഇട്ടുന്നേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെ പല രീതിയിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ ഇതെങ്ങനെയാ വരുന്നത്? ഇതിൽ നിങ്ങൾ ഒറ്റ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ABCDEF, അപ്പൊ അടുത്തത് GH ആയിരിക്കും. പക്ഷെ ഓപ്ഷൻ എല്ലാം GH ആണ്. അതിനെ കൊണ്ട് കാര്യമില്ല. നമ്മുടെ ഈ നമ്പർ എങ്ങനെയാ വന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിനകത്ത് 949 121. ഓക്കെ, അപ്പൊ 949 121 വരുന്നുണ്ട്. അപ്പൊ 949 121 കാണുമ്പോ നിങ്ങളുടെ തലയിൽ എന്താ ഓടണം? എന്താ ഓടണ്ടേ? അതെല്ലാം തന്നിരിക്കുന്ന നമ്പേഴ്സ് ഒക്കെ എന്താ? സ്ക്വയേഴ്സ് ആണെന്ന് ഓർക്കണം. അപ്പൊ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഏത് എക്സാമിന് പോകുന്നതിന്റെ മുന്നേ 1 തൊട്ട് 20 വരെയുള്ള എല്ലാ നമ്പറിന്റെയും സ്ക്വയർ പഠിച്ചിരിക്കണം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഓക്കെ, 1 തൊട്ട് 20 വരെയുള്ള എല്ലാ നമ്പേഴ്സിന്റെ സ്ക്വയർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇത്തവണ അങ്ങനത്തെ ക്വസ്റ്റ്യൻ, ഈവൻ UPSC-യിലും അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇത്തവണ ഉണ്ടായിരുന്നു അല്ലെ. അതേപോലെ 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സിന്റെ ക്യൂബുകളും പഠിച്ചിരിക്കണം. ഓക്കെ, ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, ഞാൻ എഴുതുന്നൊന്നുമില്ല, സമയം പോകുന്നില്ല. നിങ്ങൾ അത് പഠിക്കണം. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. 1 തൊട്ട് 20 വരെയുള്ള, അതായത് 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, അങ്ങനെ 1 തൊട്ട് 20 വരെയുള്ള എല്ലാ സ്ക്വയേഴ്സും ബൈ ഹാർട്ട് പഠിക്കുക. 1 തൊട്ട് 10 വരെയുള്ള ക്യൂബുകൾ ബൈ ഹാർട്ട് പഠിക്കുക. 1 ക്യൂബ്, 2 ക്യൂബ്, 3 ക്യൂബ്, അങ്ങനെ 10 ക്യൂബ് വരെ ബൈ ഹാർട്ട് പഠിക്കുക. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് ചെയ്യണം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് പ്രൈം നമ്പേഴ്സ് ആണ്. അതായത് 1 തൊട്ട് 100 വരെയുള്ള എല്ലാ പ്രൈം നമ്പേഴ്സും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഇതും ഞാൻ എപ്പോഴും പറയുന്ന കാര്യം. ഈവൻ ഇത്തവണ UPSC-യിൽ ഇതൊക്കെ വന്നിട്ടുണ്ട്. ക്യൂബ് വന്നിട്ടുണ്ട്, പ്രൈം നമ്പേഴ്സ് ഐഡന്റിഫൈ ചെയ്യുന്നത് വന്നിട്ടുണ്ട് അല്ലെ, എഴുതിയ ആൾക്കാർക്ക് അറിയാം. അപ്പൊ 1 തൊട്ട് 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചിരിക്കുക. അതെങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും? എങ്ങനെ ചെയ്യാൻ പറ്റുക? അപ്പൊ ഞാൻ ജസ്റ്റ് പറയാം, എന്റെ ക്ലാസ്സിൽ ഇരുന്നവർക്ക് ഓൾറെഡി അറിയുണ്ടാവും. 1 തൊട്ട് 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് പ്രൈം നമ്പർ എന്താ? 2 ആണ്. പിന്നെ 3 ആണ്.
ഈ 2ഉം 3യും കഴിഞ്ഞ് വരുന്ന എല്ലാ പ്രൈം നമ്പേഴ്സും 6ന്റെ മൾട്ടിപ്പിളിന്റെ അപ്പുറത്തും ഇപ്പുറത്തേ വരുള്ളൂ. അതായത് 6ന്റെ മൾട്ടിപ്പിൾസ് ഞാൻ എഴുതുകയാണെങ്കിൽ 6, 12, 18, 24, 30, 36 ഇങ്ങനെയല്ലേ പോവാ. 42, 48, 54, 60, 66, 72, പിന്നെ 78, 84, 90, 96 ഇത്രയാണ് 100 വരെയുള്ള 6ന്റെ മൾട്ടിപ്പിൾ. ഇതിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് വരിക. 6ന്റെ ഇപ്പുറത്ത് 5 ഉണ്ട്, 5 പ്രൈമാണ്. 6ന്റെ അപ്പുറത്ത് 7 ഉണ്ട്, 7 പ്രൈം ആണല്ലോ. 12ന്റെ ബാക്കിൽ 11, 12 കഴിഞ്ഞിട്ട് 13, രണ്ടും പ്രൈം ആണല്ലോ. 18ന്റെ അപ്പുറത്ത് 17, 18 കഴിഞ്ഞിട്ട് 19, രണ്ടും പ്രൈം ആണല്ലോ. 24ന്റെ ഇപ്പുറത്ത് 23, 24 കഴിഞ്ഞ 25, 25 പക്ഷെ പ്രൈം അല്ല. അപ്പൊ അത് നിങ്ങൾ വെട്ടിക്കളയാം. ചില സാധനങ്ങൾ അങ്ങനെ പ്രൈം അല്ലാണ്ട് വരിക, നിങ്ങൾക്ക് അറിയാം, വെട്ടിക്കളയാം. 25 പ്രൈം അല്ല, അത് വെട്ടിക്കളയാം. 30യുടെ മുന്നേ 29 ഉണ്ട്, പ്രൈമാണ്. 30 കഴിഞ്ഞിട്ട് 31, അത് പ്രൈമാണ്. 36ന്റെ മുന്നേ 35, 35 പ്രൈം അല്ലല്ലോ, 5ന്റെ മൾട്ടിപ്പിൾ അല്ലേ, അപ്പൊ അത് വെട്ടിക്കളയും. 36 കഴിഞ്ഞാൽ 37. ഓക്കെ. 42ന്റെ മുന്നേ 41 പ്രൈമാണ്. 42 കഴിഞ്ഞിട്ട് 43, അതും പ്രൈമാണ്. 48ന്റെ മുന്നേ 47 പ്രൈമാണ്. 48 കഴിഞ്ഞിട്ട് 49, 49 പ്രൈം അല്ല, നിങ്ങൾക്ക് അറിയാലോ. 7 into 7 ആണ് 49, അപ്പൊ 7ന്റെ മൾട്ടിപ്പിൾ ആണ്, അത് വെട്ടിക്കളയും. 54ന്റെ മുന്നേ 53 പ്രൈം ആയിരിക്കും. 54 കഴിഞ്ഞിട്ട് 55 പ്രൈം അല്ല, അത് 5ന്റെ മൾട്ടിപ്പിൾ ആണ്, അത് വെട്ടിക്കളയാം. 60ന്റെ മുന്നേ 59 പ്രൈമാണ്. 60 കഴിഞ്ഞിട്ട് 61 പ്രൈമാണ്. 66ന്റെ മുന്നേ 65, അത് 5ന്റെ മൾട്ടിപ്പിൾ ആണ്, പ്രൈം അല്ല, വെട്ടിക്കളഞ്ഞു. 66 കഴിഞ്ഞിട്ട് 67 പ്രൈമാണ്. 72ന്റെ മുന്നേ 71 പ്രൈം ആയിരിക്കും. 72 കഴിഞ്ഞിട്ട് 73 പ്രൈം ആയിരിക്കും. 78ന്റെ മുന്നേ 77 പ്രൈം അല്ല എന്ന് നമുക്കറിയാം. 7ന്റെ 11ന്റെ ഒക്കെ മൾട്ടിപ്പിൾ ആണ്, വെട്ടിക്കളയുന്നു. പിന്നെ 79 പ്രൈം ആണ്. 84ന്റെ മുന്നേ 83 എന്തായാലും പ്രൈം ആയിരിക്കും. 84 കഴിഞ്ഞിട്ട് 85, 5ന്റെ മൾട്ടിപ്പിൾ, പ്രൈം അല്ല, വെട്ടിക്കളയും. 90ന്റെ മുന്നേ 89, അത് പ്രൈം ആണ്. 90 കഴിഞ്ഞിട്ട് 91, ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്. 91 ആണ് നമ്മൾ ഇത്രയും നേരം ചെയ്തത്. 91 പ്രൈം ആണോ അല്ലേ? എന്താ തോന്നുന്നത്? 91 പ്രൈം ആണോ അല്ലേ? ഒന്ന് പറഞ്ഞേ. അല്ല, 91 പ്രൈം അല്ല. അപ്പൊ ഞാൻ ഇത്രയും എഴുതിയതില് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ പോകുന്ന ആകെ ആള് 91 ആണ്. അതുകൊണ്ട് 91 ഇമ്പോർട്ടന്റ് ആണ്. കാരണം 91 എന്ന് പറഞ്ഞാൽ 13 into 7 ആണ്. പക്ഷെ പെട്ടെന്ന് കാണുമ്പോൾ 91 പ്രൈം ആണെന്ന് നമുക്ക് തോന്നും. ഓക്കെ. 91 എന്ന് പറഞ്ഞാൽ എന്താണ്? 13 into 7. അപ്പൊ 91 പ്രൈം അല്ല, അത് ഓർക്കുക. ഇനി 96ന്റെ മുന്നേ 95 പ്രൈം അല്ല, 5ന്റെ മൾട്ടിപ്പിൾ ആണ്. 97 പ്രൈം ആയിരിക്കും. അപ്പൊ ഇത്രയും ഞാൻ 100 വരെ എഴുതിയതിൽ ആകെ ആകെ എന്താണ്? 91ൽ മാത്രമേ നമുക്ക് കൺഫ്യൂഷൻ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാം ഓക്കെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അത് മാത്രം ഓർക്കുക, 91 പ്രൈം അല്ല എന്ന് ഓർക്കുക. അപ്പൊ മൊത്തം 100 വരെ 25 പ്രൈം നമ്പേഴ്സ് ഉണ്ടാവും. ഇത് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു UPSC ഇത്തവണ. UPSC എഴുതിയ ആൾക്കാർക്ക് അറിയാം. ജസ്റ്റ് ഈ പ്രൈം നമ്പർ എണ്ണേണ്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിലും നിങ്ങൾക്ക് ഈ 91 ഒക്കെ കൺഫ്യൂഷൻ വരുമായിരുന്നു. അപ്പൊ അത് മാത്രം ഓർക്കുക. അപ്പൊ ഇത് പെട്ടെന്ന് ഞാനിപ്പോ നിങ്ങളോട് ചോദിക്കുകയാണ്. ഒരു ഇതിലിപ്പോ ഞാനൊരു നമ്പർ എഴുതി, 40 കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പ്രൈം എന്തായിരിക്കും എന്ന് ഞാൻ ചോദിക്കാന്ന് വിചാരിച്ചു. 40 കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പ്രൈം എന്തായിരിക്കും ചോദിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ എങ്ങനെ ഓർക്കണം? 40 കഴിഞ്ഞിട്ടുള്ള അടുത്ത 6ന്റെ മൾട്ടിപ്പിൾ ഏതാ? 42. അതിന്റെ തൊട്ട മുന്നേരാ 41. 41 ആയിരിക്കും പ്രൈം. അത് കഴിഞ്ഞാൽ 43 ആയിരിക്കും. മനസ്സിലായോ? 50 കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പ്രൈം ഏതാ? അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ 50 കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ 6ന്റെ മൾട്ടിപ്പിൾ ഏതാ? 54. അതിന്റെ തൊട്ട മുന്നേരാ 53. അപ്പൊ 50 കഴിഞ്ഞിട്ടുള്ള പ്രൈം നമ്പർ 53 ആയിരിക്കും. അങ്ങനെ ഓർക്കുക. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ എന്തൊക്കെ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞു. 1 തൊട്ട് 20 വരെയുള്ള സ്ക്വയേഴ്സ് പഠിക്കുക. 1 തൊട്ട് 10 വരെയുള്ള ക്യൂബുകൾ പഠിക്കുക. 1 തൊട്ട് 100 വരെയുള്ള പ്രൈം നമ്പേഴ്സും പഠിക്കുക. ഇത്രയും നിങ്ങൾക്ക് ഐഡിയ. പ്രൈം നമ്പേഴ്സ് ബൈ ഹാർട്ട് പഠിക്കേണ്ട, ഞാൻ ഈ പറഞ്ഞ ഐഡിയ വെച്ച് ചെയ്താൽ മതി. ഇത്രയും സാധനങ്ങൾ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. അപ്പൊ അത് വെച്ചിട്ട് 9ഉം 49ഉം 121 ഒക്കെ കാണുമ്പോൾ ഒറ്റയടിക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റണം ഇത് സ്ക്വയേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 9 എന്തിന്റെ സ്ക്വയറാ? 3 സ്ക്വയർ ആണ്. 49 എന്ന് പറഞ്ഞാൽ 7 സ്ക്വയർ ആണ്. 121 എന്ന് പറഞ്ഞാൽ 11 സ്ക്വയർ. അപ്പൊ എങ്ങനെയാ പോകുന്നത്? 3ന്ന് 4 കൂടി 7 ആയി, 7ന്ന് 4 കൂടി 11 ആയി. അപ്പൊ അടുത്ത 11ന്ന് 4 കൂടിയ 15 ആയിരിക്കും. 15ന്റെ സ്ക്വയർ എന്താ? 225. ആൻസർ എന്താ? ഇതായിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ അത് ഓർത്തിരിക്കുക കേട്ടോ. ഇതൊക്കെ ഓർത്തിരിക്കുക. ഇത് ഒന്ന് ചെയ്തേ വേഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. അതായത് PSCയിൽ ഡിഗ്രി പ്രിലിംസിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് ചെയ്തേ.
ഓക്കെ. ഓക്കെ, അപ്പൊ ഇതിൽ എന്താ ചെയ്യണ്ടേ? ഇതിൽ നോർമലി ഏറ്റവും കോമൺ ആയിട്ട് ഇവിടെ ആൽഫബറ്റിന്റെ നമ്പർ വെട്ടാം. അപ്പൊ ഏറ്റവും കോമൺ ആയിട്ട് ചോദിക്കാൻ പോകുന്നത് 1 2 3 ആ ആൽഫബറ്റിന്റെ ഓർഡറിലുള്ള നമ്പേഴ്സ് തന്നെയായിരിക്കും അധികം ചോദിക്കുക. അപ്പൊ അതൊന്ന് വെറുതെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പൊ റൈഡ് ആണ് തന്നിരിക്കുന്നത് 6. 6ന്റെ അതാണ് ഇവിടെയൊക്കെ നമുക്ക് ആ ഞാൻ പറഞ്ഞ വിഷ്വൽ മെമ്മറി പെട്ടെന്ന് നിങ്ങൾക്ക് കത്തിയാല് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അല്ലെ. 6 എത്ര വരാ? 8 പോലെയാണ്. അപ്പൊ 18 ആയിരിക്കും. അയ്യോ, ഐ ഓർക്കുമ്പോ 9 പോലെ ഓർക്കാൻ പറഞ്ഞായിരുന്നു. അപ്പൊ 9 ആണ്. ഡി എന്ന് പറയുമ്പോൾ 4ാമത്തെ ആളാണ്, 4ആണ്. ഇ എന്ന് പറഞ്ഞ ഇജോട്ടിയിലെ ആദ്യത്തെ ആള് 5. ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി വയ്ക്കുക വെറുതെ. 18 9 27, 27 4 31 5 36. കറക്റ്റ് 36 അല്ലേ? അപ്പൊ അങ്ങനെയായിരിക്കും കോഡ് ചെയ്ത്. അപ്പൊ ഇവിടെ ഡെസ്ക് ഒന്നും നിങ്ങൾ പോയി ചെക്ക് ചെയ്യേണ്ട. ഓൾറെഡി നമുക്ക് എന്താന്ന് മനസ്സിലായില്ല. പിന്നെ വെറുതെ ഡെസ്കിലും പോയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യാൻ നോക്കണ്ട, ടൈം കളയണ്ട. നമുക്ക് റിസ്കിന്റെ കോഡ് അറിഞ്ഞാൽ മതി. റിസ്കിന്റെ കോഡ് എന്താണ്? 6 നമുക്കറിയാം 8 പോലെയാണ്. അപ്പൊ 18ആണ്. ഐ 9 പോലെ ഓർക്കണം. എസ് ഇങ്ങനെ ഒരു 9 ഇങ്ങനെ എഴുതിയ പോലെ ഓർക്കാനാ പറഞ്ഞത്. അപ്പൊ 19 ആയിരിക്കും എസ്. കെ എന്ന് പറയുമ്പോൾ 11ആണ് അല്ലെ. കെ എങ്ങനെ ഓർക്കാൻ പറഞ്ഞേ? ഒരു 1ഉം പിന്നെ ഇങ്ങനെ ഒരു 1 പോലെ ഓർക്കണം. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി ആൻസർ കിട്ടില്ലേ? 19ഉം 11ഉം 30, 39, 49, 8 57. അപ്പൊ 57ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ അത് അപ്ലൈ ചെയ്യുന്ന മനസ്സിലായോ? നമ്മൾ പഠിച്ച ആ വിഷ്വൽ മെമ്മറി അപ്ലൈ ചെയ്യുന്ന മനസ്സിലായല്ലോ? ഈ രീതി ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ? ഇതൊന്ന് പറഞ്ഞേ, ഇതൊന്ന് വേഗം ചെയ്തേ. ഓക്കെ, ഇവിടെ ആക്ച്വലി നിങ്ങൾ കാണുമ്പോൾ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് M13 ആണ്. അപ്പൊ നമ്മുടെ നോർമൽ കോഡിംഗ് അനുസരിച്ച് M എന്താ വരേണ്ടത്? M3 പോലെയാണ്. 13 തന്നെയല്ലേ? അപ്പൊ അങ്ങനെ തന്നെയാണ് കോഡ് ചെയ്തതെന്ന് മനസ്സിലായില്ലേ? അപ്പൊ വെറുതെ ഇന്ത്യയിൽ അപ്പൊ എന്തൊക്കെ വരുമായിരിക്കും? ഐ എന്താ വരിക അങ്ങനെയാണെങ്കിൽ? 9. N 4 പോലെ ഓർക്കണം അല്ലേ? ഓർക്കണം. അപ്പൊ 14. ഡി എന്ന് പറഞ്ഞാൽ 4ആണ്. ഐ അഗൈൻ 9ആണ്. A1 ആണ്. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടുന്ന തന്നെയായിരിക്കും. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മിൽക്കിൽ ആദ്യം ചെയ്ത് നോക്കാം, കുഴപ്പമില്ല. മിൽക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, കുഴപ്പമൊന്നുമില്ല. M എന്ന് പറഞ്ഞാൽ 13ആണ്. ഐ എന്ന് പറഞ്ഞാൽ 9ആണ്. L എന്ന് പറഞ്ഞാൽ വി ഇങ്ങനെ നീട്ടിക്കഴിഞ്ഞാൽ വി പോലെയാ 2. അപ്പൊ 12 ആണ്. കെ 11ആണ്. ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടിക്കേ. അപ്പൊ 11, 23, 32, 45. അപ്പൊ സമ്മാണ്. ഇതിന്റെ സം ചെയ്ത ആൻസർ കിട്ടിയില്ലേ? 9, 14, 23, 27, 36, 37. അപ്പൊ 37. അപ്പൊ സെറ്റ് ആണല്ലോ. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ചെയ്യുക. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് അത്ര ഡിഫിക്കൽട്ട് ഒന്നും അല്ല വരുന്നത്. ഡിഫിക്കൽട്ടും വരാട്ടോ. നിങ്ങൾ ഓവർ ടൈം സ്പെൻഡ് ചെയ്യരുത്. നമ്മൾ ഈ പഠിച്ച സാധനങ്ങളൊക്കെ ആയിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ ഓവറായിട്ട് ടൈം കളയരുത്. ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വേഗം പോകണം. കാരണം ടൈം KS ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്കറിയാം 1.5 മണിക്കൂറിൽ 90 മിനിറ്റിലാണ് നിങ്ങൾ 100 ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പൊ മാത്സിലൊന്നും 1 മിനിറ്റിൽ താഴെ ഒരു ക്വസ്റ്റ്യൻ എടുക്കാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? ഇത് 2 പേപ്പറാണ്. നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയാ KS എന്നൊക്കെ. 90 മിനിറ്റിൽ രാവിലെ ഒരു പേപ്പറും 90 മിനിറ്റിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു പേപ്പർ. ഇതിന്റെ രണ്ടിന്റെയും കൂടി മാർക്ക് സം ചെയ്യാണ്. അപ്പൊ മറ്റേലുള്ള പോലെ എന്തല്ല ക്വാളിഫയിങ് ഒന്നല്ല മാത്സ്. സം എടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ മാത്സ് ശരിയാക്കുന്ന ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മാത്സിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ വലിയ കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. ശരിയാക്കി നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ശരിയാന്ന് എടുക്കാനും പറ്റും. അപ്പൊ ആ ഒരു നല്ല ഡിഫറൻസ് ഉണ്ടാക്കും. ഈവൻ ദോ 15 ക്വസ്റ്റ്യൻ ഉള്ളെങ്കിലും നല്ല ഡിഫറൻസ് ഉണ്ടാക്കും ഈ KSനകത്ത് എസ്പെഷ്യലി. അതുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ചിട്ട് പോവാം. ഓക്കെ, ഇത് ഞാൻ നോക്കുന്നില്ല, ടൈം കളയുന്നില്ല. നിങ്ങൾ ചെയ്തു നോക്കണേ. ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. സീരീസ് ആൻഡ് പ്രോഗ്രഷൻ. അപ്പൊ സീരീസ് ആൻഡ് പ്രോഗ്രഷന്റെ അകത്ത് അറിത്മെറ്റിക് പ്രോഗ്രഷൻ ഭയങ്കര കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. ജോമെട്രിക് പ്രോഗ്രഷൻ അങ്ങനെ ചോദിക്കാറില്ല, വളരെ റയർ ആണ്. അറിത്മെറ്റിക് പ്രോഗ്രഷൻ നിങ്ങളൊന്ന് പഠിച്ചിരിക്കുക. അറിത്മെറ്റിക് പ്രോഗ്രഷൻ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അതിന്റെ ഡീപ്പിലേക്കൊന്നും ഞാൻ പോകുന്നില്ല.
ഇപ്പൊ അറിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 5, 8, 11, 14 ഇങ്ങനെ ഒരു സീരീസ് പോവുകയാണെങ്കിൽ നമുക്കറിയാം 3 കൂടി കൂടിയാ പോകുന്നത് അല്ലെ? അപ്പൊ ഇങ്ങനത്തെ സീരീസ് ഒക്കെയാണ് അറിത്മെറ്റിക് പ്രോഗ്രഷൻ. അപ്പൊ അറിത്മെറ്റിക് പ്രോഗ്രഷനിലേക്ക് വരുമ്പം നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. nth ടേം ഓഫ് എൻ അറിത്മെറ്റിക് പ്രോഗ്രഷൻ an എന്ന് പറഞ്ഞാൽ എന്താണ്? a plus n minus 1 into d ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. a എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് എന്താണോ ഫസ്റ്റ് ഉള്ളത് അതാണ് a അല്ലെ? ഫസ്റ്റ് ടേം ആണ് a. n എന്ന് പറഞ്ഞാൽ എത്ര ടേം ഉണ്ട്, എത്രാമത്തെ ടേം a n എന്ന് പറഞ്ഞാൽ 10ാമത്തെ ടേം ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ a 10 ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ a plus 10 minus 1 into d അല്ലെങ്കിൽ 9d എന്ന് വരും. ഓക്കെ, അങ്ങനെയാണ് വരിക. ഇനി ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ കോമൺ ആയിട്ടുള്ള ഡിഫറൻസ്. അപ്പൊ 3 ആണല്ലോ കൂടി കൂടി പോകുന്നത്. അപ്പൊ ഇവിടുത്തെ ഡി എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇത് നിങ്ങൾക്ക് അറിയാലോ, ഇത് അറിഞ്ഞിരിക്കുക. ഇത് ഡയറക്റ്റ് ചോദിക്കൂട്ടോ. PSCസിൽ ഇത് വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഫോർമുലാസ് പഠിച്ചിരിക്കുക. അരിത്മെറ്റിക് പ്രോഗ്രഷൻ അതില് nth ടേം a എന്ന് ചോദിച്ചാൽ a plus n minus 1. അതേപോലെ സം ഓഫ് n ടേംസ് ചോദിച്ചാൽ എന്താ വരിക? n/2 into 2a plus n minus 1 into d. ഓക്കെ, അല്ലെങ്കിൽ n/2 into a plus an ചെയ്താലും മതി. an എന്ന് പറഞ്ഞാൽ nth ടേം ഏതാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഞാനിപ്പം ചോദിക്കുകയാണ്, സം ഫസ്റ്റ് ഇതൊന്നും നിങ്ങളൊന്ന് കണ്ടുപിടിച്ചേ. സം ഓഫ് 10 ടേംസ് എന്താ? S10 എന്താ അവിടെ? ഒന്ന് കണ്ടുപിടിച്ചേ വേഗം. സം ഓഫ് 10 ടേംസ് എന്താണ് എന്ന് വെച്ചാൽ ആ ഒരു സീരീസിലെ ആദ്യത്തെ 10 ടേമിന്റെ സം എന്താണ്? ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, കുഴപ്പമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡ് പോകുന്നത്. പിന്നെ നമുക്ക് മാക്സിമം തീർക്കാനും പറ്റും അങ്ങനെയാണെങ്കിൽ. ഞാൻ ചോദിച്ചത് സം ഓഫ് 10 ടേംസ് ആണ്. ഇവിടുത്തെ 10th ടേം എന്താ? a10 എന്താ? 10th ടേം ആ ചോദിച്ചെങ്കിൽ a plus 9d ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ a എന്ന് പറയുമ്പോൾ 5 ആണ്. 5 plus 9 into d 3 ആണ് അല്ലെ? അപ്പൊ 5 plus 27 32. 32 എന്ന് പറഞ്ഞപ്പോ എന്താണ്? nth ടേം ആണ്. ഞാൻ ചോദിച്ചത് എന്താ? സം ഓഫ് n ടേംസ് ആണ്. സം ഓഫ് n ടേംസ് എന്ത് വരും? നിങ്ങൾക്ക് 10th ടേം അറിയാമെങ്കിൽ, 10th ടേം ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു 32 അറിയാമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഇനി അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ആണെങ്കിൽ ഡയറക്റ്റ് ആദ്യം തന്നെ ചെയ്യാൻ പറ്റും. ഈ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ n/2 10/2 into a plus an, a ഫസ്റ്റ് ടേം പ്ലസ് 10th ടേം 32 ഇങ്ങനെ വരും. അപ്പൊ 37 into 10/2 5. 37 into 5 ചെയ്താൽ ആൻസർ കിട്ടും. അപ്പൊ 37 into 5 ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? 185 എന്നാണ് കിട്ടുക. ഓക്കെ ആണല്ലോ. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ an-ന്റെ ഇക്വേഷൻ പഠിക്കുക, സം ഓഫ് n ടേംസിന്റെ ഇക്വേഷൻ പഠിക്കുക. ഇനി ഒരു കാര്യം കൂടി, PSC ഭയങ്കര കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു സീരീസ് തന്നിട്ട് അതിൽ എത്ര ടേം ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ പറയും. അതിന് ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഇല്ലേ, an is equal to a plus n minus 1 into d, അതിന്റെ അകത്തുനിന്ന് n കണ്ടുപിടിക്കാൻ വിചാരിച്ചു. അപ്പൊ എന്ത് വരും? ഈ a-നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ an minus a എന്നാവും. ദാറ്റ് ഇസ് ഈക്വൽ ടു n minus 1 into d എന്നാവും. ഇനി ആ d-നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പൊ an minus a by d, പിന്നെ 1-നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പ്ലസ് 1 is equal to n എന്ന് നിങ്ങൾക്ക് കിട്ടും. ഇതും നിങ്ങളൊന്ന് പഠിച്ചിരിക്കട്ടോ. ഇത് ഇങ്ങനെ പഠിക്കണ്ട, അതായത് an minus a by d എന്നുള്ള രീതി പഠിക്കണ്ട. n എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുകയാണ്, 5, 8, 11 ഇങ്ങനെ പോയി 32 വരെ ഞാൻ എഴുതി.
ഈ സീരീസിൽ മൊത്തം എത്ര ടേംസ് ഉണ്ട് എന്ന് ചോദിക്കാന്ന് വിചാരിച്ചോ. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ സാധനം നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അതായത് ഇവിടെ മൊത്തം എത്ര ടേംസ് എത്ര ഉണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരുന്നു ചെയ്യേണ്ടത്? an-a/d+1. ഇത് ഇങ്ങനെ പഠിക്കണ്ട. എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എത്രയാ? 3 + 1. മനസ്സിലായോ? അതന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ an-a/d എന്നൊക്കെ ബൈ ഹാർട്ട് പഠിക്കാൻ പാടാണ്. അതിന്റെ പകരം എന്ത് ചെയ്താൽ മതി? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് +1. ലാസ്റ്റ് ടേം 32 മൈനസ് 5 27 ബൈ 3 9 9 + 1 10. 10th ടേം ആണ് 32 അല്ലെ? 10th ടേം അല്ലേ? തെറ്റല്ലേ? അപ്പൊ ഇതും ഒന്ന് ഓർത്തിരിക്കുക. കാരണം ഇത് ഭയങ്കര കോമൺ ആയിട്ട് ചോദിക്കുന്നത് ഞാൻ കണ്ടു. ഡിഗ്രി പ്രിലിംസ് ഒക്കെ ഭയങ്കര കോമൺ ആയിട്ട് ഇത് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത് വേണമെങ്കിൽ PSC വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു സീരീസ് വന്നിട്ട് അതിൽ എത്ര ടേംസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ പറയുന്നത്. തെറ്റാണല്ലോ? അപ്പൊ നിങ്ങൾ ഒരു മിനിറ്റ് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. ഈ ക്വസ്റ്റ്യൻ അല്ല, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. ഇത് കോമൺ ഡിഫറൻസ് എന്നാണേ. അതൊന്ന് ചെയ്തേ. ഓക്കെ, ഓക്കെ. എന്താ ചെയ്യണ്ടേ? ഇവിടെ പറഞ്ഞത് ഫസ്റ്റ് ടേം 144 ലാസ്റ്റ് ടേം 300 കോമൺ ഡിഫറൻസ് 3 അങ്ങനെയാണെങ്കിൽ എത്ര ടേംസ് ഉണ്ട്? നമ്മളിപ്പോ പറഞ്ഞ സെയിംസ് ആണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് +1 ചെയ്ത ആൻസർ കിട്ടും. അപ്പൊ 300 144 കുറച്ചാൽ 156/3 +1. 156/3 എന്ന് പറയുമ്പോൾ എന്ത് വരും? 5 2 52 + 1 എന്ന് വെച്ചാൽ 53. ഓക്കെ ആണല്ലോ? അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കുറെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് ഓർത്തിരിക്കുക. നമുക്ക് 1-2 ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഇതൊന്ന് ട്രൈ ചെയ്തേ. എങ്ങനെ ചെയ്യാം? ഇങ്ങനത്തെ മോഡലിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ 7 times 7th ടേം ഓഫ് എൻ AP. 7th ടേം ഓഫ് എൻ AP എന്ന് പറഞ്ഞാൽ എന്താ? a+6d ആയിരിക്കും അല്ലെ? a+n-1 × d. അപ്പൊ a+7 - 1 6d എന്ന് വരും. 11th ടേം എന്ത് വരും? a+10d എന്ന് വരും അല്ലെ? 7 times ഈ സാധനം
അപ്പൊ 7 ഇൻറ്റു എ പ്ലസ് 6d ഇസ് ഈക്വൽ ടു 11 ടൈംസ് 11 ഇൻറ്റു എ പ്ലസ് 10d. ഇത് സോൾവ് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പൊ ഈ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത 7a പ്ലസ് 7 ഇൻറ്റു 6d 42d ഇസ് ഈക്വൽ ടു 11 ഇൻറ്റു എ 11a പ്ലസ് 11 ഇൻറ്റു 10d 110d. ഇനി ഇത് അപ്പുറത്തെ ഇതിന്റെ രണ്ടിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോവാം. അപ്പോൾ ഇവിടെ എല്ലാം പോയി, ഇവിടെ 0 ആയി. 11a മൈനസ് 7a 4a എന്നായി, പ്ലസ് 110d മൈനസ് 42d. 110 മൈനസ് 42 എന്താ വരിക? 110 40 കുറച്ചാൽ 70 ആയി, പിന്നെ 2 കുറച്ചാൽ 68 ആയി, 68d. ഇനി ഇതിൽ നമുക്ക് 4 ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പൊ 4 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ 0 തന്നെയാവും. ഇവിടെ 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ a പ്ലസ് 68/4 എന്ത് വരും? 68/4 എന്ന് പറയുമ്പോൾ 128ൽ 17d എന്ന് വരും. a പ്ലസ് 17d എന്ന് പറഞ്ഞാൽ എന്താ? 18th ടേം അല്ലേ? 18th ടേം അല്ലേ a പ്ലസ് 17d? ഇവിടെ ചോദിച്ചത് എന്താ? 18th ടേം എന്താന്നാ ചോദിച്ചത്. അപ്പൊ 18th ടേം എന്താ? 0. മനസ്സിലായോ? ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അത് ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ? നമ്മൾ തന്നിരിക്കുന്ന സാധനം അതേപോലെ എഴുതിയിട്ട് അതങ്ങ് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കോളും. ഓക്കെ, ശരി. ഇതും കൂടി ഒന്ന് ചെയ്തേ. ഇത് ആക്ച്വലി KS ചോദിച്ച ക്വസ്റ്റ്യൻ ആട്ടോ. 2019 KS ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പൊ UPSC എഴുതിയവർക്ക് അത് കുറച്ച് അഡ്വാൻറ്റേജ് ആണ്, UPSCക്ക് വേണ്ടി CSAT പഠിച്ച ആൾക്കാർക്ക്. കാരണം ഇപ്പം ജനറലി PSCയുടെ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇത് 2019ലാണ് മുന്നേ KS വന്നത്. അതായത് കുറച്ച് കാലങ്ങൾക്ക് മുന്നെയാണ്, 6 വർഷം മുന്നെയാണ്. അപ്പൊ അന്ന് PSC ജനറൽ രീതിയിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. പക്ഷെ അന്നത്തെ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാൽ തന്നെ ഇതിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ചില ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ടി ആക്കിയിട്ടുണ്ടായിരുന്നു KS. കാരണം KS ആണല്ലോ കുറച്ചും കൂടി പ്രസ്റ്റീജിയസ് എക്സാം PSCയുടെ. അപ്പൊ അതുകൊണ്ട് അവർ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആക്കും. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താന്ന് പറഞ്ഞാല് മെല്ലെ മെല്ലെ PSC UPSC പോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. UPSC ഡയറക്റ്റ് എടുത്ത് ചോദിച്ചു എന്നൊക്കെ എന്നോട് പറഞ്ഞു. കഴിഞ്ഞൊരു എക്സാമിൽ, ഇപ്പം നടന്നൊരു എക്സാമിൽ UPSC അതേ ക്വസ്റ്റ്യൻ എടുത്തിട്ട് PSC ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ UPSC നിങ്ങൾ CSAT പഠിച്ച ആൾക്കാർക്ക് അങ്ങനെ വന്നാൽ ചെറിയ അഡ്വാൻറ്റേജ് വരും. കാരണം PSC കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആക്കുന്നുണ്ട്. മാത്രമല്ല KS കുറച്ചുകൂടി പ്രസ്റ്റീജിയസ് ആയതുകൊണ്ട് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, എന്നാലും അത്ര ഡിഫിക്കൽട്ടിലേക്ക് പോയില്ലേ? ഇതൊന്ന് ട്രൈ ചെയ്തേ. ഇത് KS ചോദിച്ച ക്വസ്റ്റ്യനാ. ഇത് അത്ര ഈസി അല്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്തേ എന്തായാലും. ഈ നമ്പേഴ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടോ? പിന്നെ ഇതിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഫ്രണ്ടിൽ ഡോട്ട് ഉണ്ട് കേട്ടോ. അതിന്റെ അർത്ഥം എന്താ?
ഈ ഫ്രണ്ടിൽ ഡോട്ട് വന്ന അതിന്റെ അർത്ഥം എന്താ? അവിടെയും വേറെ നമ്പേഴ്സ് വരാം. മനസ്സിലായോ? അവിടെയും വേറെ നമ്പർ ചിലപ്പോൾ ഒരു നമ്പറൊക്കെ വേണമെങ്കിൽ 1-2 നമ്പറൊക്കെ വേണമെങ്കിൽ വരാം. അപ്പൊ ഫ്രണ്ടിലും ഡോട്ട് ഉണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ. ഇതിൽ ഈ നമ്പേഴ്സ് കാണുമ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും തോന്നുന്നുണ്ടോ? സ്ക്വയർ ക്യൂബ് റേസ് ടു 1 റേസ് ടു 2 അങ്ങനെ 2 12 ഓക്കെ, ശരി. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് 144 കാണുന്നുണ്ട്, 4 കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതൊക്കെ ഇതിപ്പോ 2ന്റെ സ്ക്വയർ ആണ് 4. 144 നമ്മൾ ഓൾറെഡി അറിയാം, 12ന്റെ സ്ക്വയർ ആണ്. അപ്പൊ അത് വെച്ചിട്ട് എന്തോ ആയിരിക്കാം ചിലപ്പം വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ 12 ഉണ്ട്, 12ന്റെ സ്ക്വയർ ആണ് 144 അല്ലെ? 12 ഉണ്ട്, 12ന്റെ സ്ക്വയർ ആണ് 144. ഇവിടെ 2 ഉണ്ട്, 2ന്റെ സ്ക്വയർ ആണ് 4. ഇവിടെ ചിലപ്പോൾ 1 ഉണ്ടാവും, അപ്പൊ 1ന്റെ സ്ക്വയർ ആണ് 1. ഓക്കെ, അപ്പൊ ഈ നമ്പേഴ്സ് എങ്ങനെ വന്നു? 8, 1728. ഈ 1728നെ പറ്റി നിങ്ങൾക്ക് അറിയോ? 1728 എന്തെങ്കിലും പ്രത്യേകത ഉള്ള നമ്പർ ആണോ? 1728 എന്തെങ്കിലും ആണോ? എന്തെങ്കിലും അറിയോ? 1728 ആക്ച്വലി ഒരു ഇമ്പോർട്ടന്റ് നമ്പർ ആണ് കേട്ടോ. 1728നെ കുറിച്ച് നിങ്ങൾ അറിയണം. നിങ്ങൾ ഈ രാമാനുജൻസ് നമ്പർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. രാമാനുജൻസ് നമ്പർ ഏതാ അറിയോ? രാമാനുജൻസ് നമ്പർ 1729 ആണ് രാമാനുജൻസ് നമ്പർ. അപ്പൊ രാമാനുജൻസ് നമ്പറിന്റെ സ്റ്റോറി നിങ്ങൾക്ക് അറിയാമോ? ഈ രാമാനുജൻ ഇങ്ങനെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? രാമാനുജൻ വളരെ ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ട്. ആക്ച്വലി ആള് ലണ്ടനിലൊക്കെയാണ് പഠിച്ചത് അല്ലെ? കുറെ കഷ്ടപ്പെട്ടിട്ട് ലണ്ടനിലേക്ക് ഒരു ഇംഗ്ലീഷുകാരൻ കൊണ്ടുപോയിട്ട് അങ്ങനെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു രാമാനുജൻ. ഓക്കെ, എനിവേ, അപ്പൊ രാമാനുജൻ ഇങ്ങനെ ആശുപത്രിയിൽ കിടക്കുമ്പോ ആളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഹാഡി എന്നാണ് പേര്. അപ്പൊ ആള് വന്നിട്ട് ആളുടെ കാറിന്റെ നമ്പറാണ് 1729. അപ്പൊ രാമാനുജൻ പറയാണ് എല്ലാ നമ്പേഴ്സിനും എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും. അപ്പൊ ഹാഡി അയാളുടെ കാറിന്റെ നമ്പറിന്റെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രാമാനുജൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ അതാണ് 1729 എന്ന് പറയുന്ന നമ്പർ. അപ്പൊ രാമാനുജൻ പറയുന്ന ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് 2 ക്യൂബിന്റെ സമ്മായിട്ട് എഴുതാൻ പറ്റും, 2 രീതിയിൽ എഴുതാൻ പറ്റിയ ഏറ്റവും ചെറിയ നമ്പറാണ് 1729. എനിക്കറിയാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന്. അതായത് 1729 നിങ്ങൾക്ക് 12 ക്യൂബ് പ്ലസ് 1 ക്യൂബ് എന്ന് എഴുതാൻ പറ്റും. 12 ക്യൂബ് 1728 ആണ്, 1 ക്യൂബ് 1 ആണ്. അതേപോലെ 1729 നിങ്ങൾക്ക് വേണമെങ്കിൽ 10 ക്യൂബ് പ്ലസ് 9 ക്യൂബ് എന്ന് എഴുതാം. 10 ക്യൂബ് 1000 ആണ്, 9 ക്യൂബ് 729. അപ്പൊ 2 ക്യൂബിന്റെ സമ്മായിട്ട് 2 രീതിയിൽ എഴുതാൻ പറ്റിയ ഏറ്റവും ചെറിയ നമ്പറാണ് 1729. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ 1728 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നമ്പറാണ്. അപ്പൊ ഇതെന്താ 12 ക്യൂബ് ആണ് എന്ന് നിങ്ങൾക്ക് കത്തിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇത് നോക്കിയേ, ഇവിടെ 12 റേസ് ടു 1 അല്ലെങ്കിൽ 12 ആണ്, പിന്നെ അത് 12 സ്ക്വയർ, പിന്നെ 12 ക്യൂബ്. ഇവിടെ നിങ്ങൾ നോക്കിയേ 2ന്റെ സ്ക്വയർ 4, 2 ക്യൂബ് ആണ് 8. ഇവിടെ 1 സ്ക്വയർ 1 ക്യൂബ്. അപ്പൊ ആ രീതിയിലല്ലേ ഇവിടെ പോകുന്നത്. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം? എന്താ, നമുക്ക് അടുത്ത നമ്പറാ വേണ്ടേ. അപ്പൊ ഇവിടെ ആദ്യം 1ന്റെ ക്യൂബുകൾ, 1ന്റെ സ്ക്വയർ, 1ന്റെ ക്യൂബ് ഒക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ 2 ആയി, പിന്നെ 2 ആണ്, 2ന്റെ സ്ക്വയറും ക്യൂബ് ഒക്കെ വരുന്നത്. പിന്നെ ഇവിടെ 12ന്റെ വരുന്നത്. അതെങ്ങനെയാ ആ നമ്പേഴ്സ് വരുന്നത്? ഇവിടെ എങ്ങനെ 12 വരുന്നത്? ഇവിടെ എങ്ങനെ 2 വരുന്നത്? അപ്പൊ അങ്ങനെയാണ് ഇവിടെ എന്തായിരിക്കും എന്നല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇവിടെ ആക്ച്വലി 2 വരുന്നത് തൊട്ട മുന്നുള്ള 2 നമ്പറിന്റെ സമ്മാണ് 2. 12 എന്ന് പറഞ്ഞാൽ തൊട്ട മുന്നുള്ള 2 നമ്പറിന്റെ സമ്മാണ് വരുന്നത്. അപ്പൊ ഇവിടെ വരാൻ പോകുന്ന ആള് എന്ന് പറഞ്ഞാൽ തൊട്ട മുന്നുള്ള ഈ 2 നമ്പറിന്റെ സമ്മ വരാൻ പോവാണ്. അതായിരിക്കും ഇവിടെ വരിക. പിന്നെ അതിന്റെ സ്ക്വയർ ആയിരിക്കും അടുത്തത് വരിക, അതിന്റെ ക്യൂബ് ആയിരിക്കും അടുത്തത് വരിക. അതൊന്നും നമുക്ക് ആവശ്യമല്ല. ഇവിടെ ഉള്ള ആൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സെറ്റ് തീർന്നു, ഈ ഒരു 12ന്റെ സെറ്റ് തീർന്നു. അപ്പൊ അടുത്ത സെറ്റ് ആരായിരിക്കും വരിക? ഇതിന്റെ രണ്ടിന്റെയും കൂടി സമ്മാണ് ഇവിടെ വരിക. അതിന്റെ രണ്ടിന്റെയും 144ഉം 1728ഉം കൂട്ടുമ്പോഴാണ് നിങ്ങൾക്ക് 1872 എന്ന് കിട്ടും. ഇത് കുറച്ചുകൂടി പാടാണ്. ഇത് കേസിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഒരു കാര്യം പറയാം, കോഡിങ്ങിലും സീരീസിലും നമ്മൾ ഒരിക്കലും ഇതൊന്ന് വളരെ സിമ്പിൾ ക്വസ്റ്റ്യനെ വരൂ എന്നുള്ള ഒരു ധാരണയിൽ പോകരുത്. നിങ്ങൾ ജനറലി നോക്കുക, 1 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ട് കിട്ടിയില്ല എന്നാണെങ്കിൽ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ ഒന്നുകൂടി അതിന്റെ മേലെ ഇരുന്നാൽ മതി. കാരണം ഇതിനകത്തുനിന്ന് ടഫ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചോദിക്കാം. ഒരാൾക്ക് വളരെ കിട്ടാത്ത രീതിയിലൊക്കെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ഇടാം. അപ്പൊ അത് ശ്രദ്ധിക്കണം, അതിൽ ഓവർ ടൈം സ്പെൻഡ് ചെയ്യരുത്. കിട്ടുന്നില്ലെങ്കിൽ വിട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. ഓക്കെ, ശരി. പിന്നെ അതേപോലെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു, വേറെ 1-2 കാര്യം കൂടി ഈ സീരീസിനകത്ത് ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ UPS എന്ന് എടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. 2, 12, 36, 80, 150, X
അത് UPSC ഒക്കെ CSAT ഇരുന്ന ആൾക്കാർക്ക് അറിയുണ്ടാവും. ഇതിൽ എക്സ് കണ്ടുപിടിക്കാനാ പറഞ്ഞത്. അപ്പൊ ഇത് ആക്ച്വലി വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 2 എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറലി സീരീസ് ഒക്കെ എങ്ങനെയാ ചെയ്യുക? നമ്മൾ ജനറലി സീരീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ ക്യൂബ് ഇത് 2 ആണ് ആദ്യം ഉള്ളത്, പിന്നെ 12 ആയി ഉണ്ട്, പിന്നെ അപ്പൊ നമ്മൾ ആ റിലേഷൻ എങ്ങനെ 2 12 ആയി, പിന്നെ 36 ആയി, പിന്നെ 80 ആയി എന്നൊക്കെ നോക്കും. ഇവിടെ ശരിക്കും സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ 2 എന്ന് പറഞ്ഞാൽ 1 ക്യൂബ് പ്ലസ് 1 സ്ക്വയർ ആണ്. 12 എന്ന് പറഞ്ഞാൽ 2 ക്യൂബ് പ്ലസ് 2 സ്ക്വയർ ആണ്. 8 പ്ലസ് 4 12. 36 എന്ന് പറഞ്ഞാൽ 3 ക്യൂബ് പ്ലസ് 3 സ്ക്വയർ. അങ്ങനെയാണ് ഇത് പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഇത് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരിക്കും. ഒരിക്കലും ആർക്കും കിട്ടാൻ പോകുന്നില്ല 1 ക്യൂബ് പ്ലസ് 1 സ്ക്വയർ, 2 ക്യൂബ് പ്ലസ് 2 സ്ക്വയർ. ഭയങ്കര പാടാ അങ്ങനെ കത്താൻ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ സീരീസിൽ ജനറലി ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ടഫായിട്ട് വരുമ്പം, അല്ലെങ്കിൽ ഇങ്ങനത്തെ രീതിയിലൊക്കെ വരുമ്പം ജനറലി അവിടെ വർക്ക് ആവുന്ന വേറൊരു കാര്യമുണ്ട്. അതാണ് നിങ്ങൾ ഡിഫറൻസ് എടുക്കുക. UPSC ഇത്രയും കാലം ചോദിച്ച എല്ലാ സീരീസിനകത്ത് ഇത് വർക്ക് ആവുമായിരുന്നു. PSCയിലും കുറെയൊക്കെ സീരീസിൽ വർക്ക് ആവും. PSC കുറച്ചുകൂടി ഈസി ആയതുകൊണ്ടാണ് വർക്ക് ആവാത്തത്. കുറച്ചുകൂടി ടഫിലേക്ക് പോകുമ്പോൾ ഇത് കുറച്ചുകൂടി വർക്ക് ആവുക. അപ്പൊ അതായത് നിങ്ങൾ ഡിഫറൻസ് എടുക്കുക. 2ഉം 12ഉം തമ്മിലുള്ള ഡിഫറൻസ് 10 ആണ്. 12ഉം 36ഉം തമ്മിലുള്ള ഡിഫറൻസ് 24 ആണ്. 36ഉം 80ഉം 80 മൈനസ് 36 ചെയ്താൽ നിങ്ങൾക്ക് 44 കിട്ടും. 150 മൈനസ് 80 ചെയ്താൽ 70 കിട്ടും. അപ്പൊ നമ്മൾ ഡിഫറൻസ് ഒക്കെ എഴുതി വെച്ചു. ഇനി ഇവിടെ എക്സും 150 തമ്മിൽ ഡിഫറൻസ് എന്താണ് എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നിങ്ങൾ നോക്കേണ്ടത്, അപ്പൊ നിങ്ങൾ ഒരു ലെവൽ ഡിഫറൻസ് എടുത്തു. ഇനി ഈ ഡിഫറൻസുകൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കുക. 10 24 ആയി, 24 44 ആയി, പിന്നെ 70 ആയി. അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ കത്തൂല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ലെവലും കൂടി ഡിഫറൻസ് നോക്കുക. ഒരു ലെവലും കൂടി ഡിഫറൻസ് നോക്കുമ്പോൾ 24 മൈനസ് 10 14 ആണ്. 44 മൈനസ് 24 20 ആണ്. 70 മൈനസ് 44 26 ആണ്. ഇപ്പൊ നിങ്ങൾക്ക് എന്തായാലും കത്തും അല്ലെ? 14 20 6 കൂടി, 20 26 വീണ്ടും 6 കൂടി. അപ്പൊ ഇവിടെ ഏതോ ഒരാളുണ്ട്, അയാളും 70ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും വരിക? അപ്പം 32 ആയിരിക്കില്ലേ? 6 കൂടി കൂടി പോവല്ലേ ചെയ്യുന്നത്. രണ്ടാമത്തെ ലെവൽ ഡിഫറൻസിൽ നമുക്കൊരു റിലേഷൻ കിട്ടുന്നുണ്ട്. പെട്ടെന്ന് കത്തും. അപ്പൊ ലെവലിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് എക്സ് ആ വേണ്ടത്. അപ്പൊ എക്സും 150 തമ്മിലുള്ള ഡിഫറൻസ് ആണ് 102. അപ്പൊ എക്സ് എന്തായിരിക്കും വരിക? 150ന്റെ കൂടെ ഈ 1 കൂട്ടിയാൽ മതി. അപ്പൊ എന്ത് കിട്ടും നിങ്ങൾക്ക്? 252 എന്ന് കിട്ടും. ആൻസർ എന്താ വരിക? 252. ഈ രീതിയിൽ പല സീരീസിലും വർക്കാവും. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ രീതിയിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ റിലേഷൻ കണ്ടുപിടിക്കാൻ പാടാണ്. ഇവിടെ 1 ക്യൂബ് പ്ലസ് 1 സ്ക്വയർ 2 ക്യൂബ് അത് കണ്ടുപിടിക്കാൻ പാടാണ്, എല്ലാവർക്കും പാടാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. സെറ്റാണോ? അപ്പൊ ഇത് കുറെ സീരീസിൽ ഇങ്ങനെ വർക്കാവും. ഒരു ലെവൽ ഡിഫറൻസ് എടുക്കുക, അവിടെ എന്തെങ്കിലും റിലേഷൻ കിട്ടുകയാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ വീണ്ടും ഒരു ലെവൽ കൂടി എടുക്കുക. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? ശരി. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, അതും ഇമ്പോർട്ടന്റ് ആണ്. ഇതും ഞാൻ UPSC ഒരു എടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇത്തവണ UPSC ഇത് യൂസ് ചെയ്തു. ഇത് വേറെ എക്സാംസിലും ഭയങ്കര കോമൺ ആയിട്ട് വരുന്നതാണ്. ഇത്തവണ നിങ്ങൾ UPSC എക്സാം എഴുതിയ ആൾക്കാർക്ക് അറിയാം. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം ഉണ്ടായിരുന്നു, ക്ലാസ്സിൽ ഇരുന്നവർക്ക് അറിയാനുണ്ടാവും. അതായത് ഇങ്ങനെ ഒരു സീരീസ് കുറഞ്ഞിട്ട് കൂടുകയാണെങ്കിൽ, അല്ലെങ്കിൽ കൂടിയിട്ട് കുറയുകയാണെങ്കിൽ, എന്താണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ തന്നിരിക്കുന്ന സീരീസ് 8 ആണ് ആദ്യം, പിന്നെ 4 ആയി, കുറഞ്ഞു, പിന്നെ വീണ്ടും കൂടാൻ തുടങ്ങി 6 15 52.5 ഇങ്ങനെയൊക്കെയാ പോകുന്നത്. അപ്പൊ ഇത് ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. 2 സീക്വൻസ് തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് സീക്വൻസിൽ എല്ലാ നമ്പറും തന്നിട്ടുണ്ട്, അതേപോലെ സെക്കൻഡ് സീക്വൻസും വരുന്നത്. അങ്ങനെയാണെങ്കിൽ C എന്താണെന്നാണ് ചോദ്യം ഇവിടെ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ആ ഫസ്റ്റ് സീക്വൻസ് പോയിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? കുറഞ്ഞിട്ട് കൂടുന്ന ഒരു സീരീസാണ്. ഇത്തവണ UPSC ചോദിച്ചതും ഇങ്ങനത്തെ ഒരു സീരീസ് ചോദിച്ചിട്ടുണ്ട് അല്ലെ? ഞാൻ ക്ലാസ് പറഞ്ഞ സെയിം എക്സാമ്പിൾ ആണ് ഇത്തവണ UPSC ചോദിച്ചത്. നിങ്ങൾക്ക് അറിയണ്ടാവും, ഇരുന്നവർക്ക് അറിയാം അല്ലെ? അപ്പൊ ഇവിടെ ഇങ്ങനെ കുറഞ്ഞിട്ട് കൂടുന്ന സീരീസ് ആണെങ്കിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾ ഓർക്കേണ്ടത് ഒരു ഫ്രാക്ഷൻ ഇൻവോൾവ് ആയിരിക്കും എന്ന് ഓർക്കുക. ഫ്രാക്ഷൻ ഇൻവോൾവ് ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ ഫ്രാക്ഷൻ ഇൻവോൾവ് ആണെങ്കിൽ എങ്ങനെ ചെയ്യാം? അതായത് 8ന്റെ കൂടെ 1/2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 4 കിട്ടുന്നത്. അപ്പൊ 1/2 ഒരു ഫ്രാക്ഷൻ ആണ് അല്ലെ? 8ന്റെ പകുതിയല്ലേ 4. 8ന്റെ കൂടെ 1/2 മൾട്ടിപ്ലൈ ചെയ്താൽ 4 കിട്ടും. 4ന്റെ കൂടെ 3/2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 6 ആവുന്നത്. 6ന്റെ കൂടെ 5/2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 ആവുന്നത്. പിന്നെ 7/2 ഇങ്ങനെയായിരിക്കും ഇത് പോയിരിക്കുന്നത്. അതായത് എപ്പോഴും ഓർക്കുക, കുറഞ്ഞിട്ട് കൂടുന്ന സീരീസും വളരെ കോമൺ ആയിട്ട് പല എക്സാംസിലും ചോദിക്കുന്നതാണ്. അപ്പൊ കുറഞ്ഞിട്ട് കൂടുന്ന സീരീസ് ആണെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ടത് ഒരു ഫ്രാക്ഷൻ ഇൻവോൾവ് ആയിരിക്കും ഓർക്കുക. ക്ലിയർ ആണല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ C എന്താണ് ചോദിച്ചത്? അപ്പൊ A എന്തായിരിക്കും? ഇവിടെ 5 സ്റ്റാർട്ട് ചെയ്യുന്നത്. 5ന്റെ കൂടെ 1/2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് A കിട്ടും.
അതിന്റെ കൂടെ 3/2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബി കിട്ടും. അതിന്റെ കൂടെ 5/2 മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് സി കിട്ടും. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാലായിരിക്കും സി. ഓക്കെ ആണോ? അപ്പൊ അത് ചെയ്താൽ എന്ത് കിട്ടും? 5 × 5 25 × 3 75 ഡിവൈഡഡ് ബൈ 8 എന്നാണ് കിട്ടുക. 75/8 ഏകദേശം എന്താ, കറക്റ്റ് ഡെസിമൽ ഒന്നും ചെയ്യണ്ട. 75/8 എന്ന് പറഞ്ഞാൽ 8 × 9 72. അപ്പൊ 9 പോയിന്റ് സംതിങ് ആണല്ലോ. ആൻസർ എന്തായിരിക്കും? സി ആയിരിക്കും. ഓക്കെ ആണോ? അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ഒന്ന് ഓർക്കുക കേട്ടോ. അതായത് കുറഞ്ഞിട്ട് കൂടുന്ന സീരീസ് ആണെങ്കിൽ ഫ്രാക്ഷൻ ഇൻവോൾവ് ആണ്. അതേപോലെ ഇങ്ങനത്തെ ഡിഫറൻസ് എടുത്തിട്ട് പല സീരീസിലും വർക്ക് ആവും. ഈ രണ്ട് കാര്യങ്ങളും ഒന്ന് ഓർക്കുക. ഒരു ജസ്റ്റ് ഞാൻ ഈ കുറഞ്ഞിട്ട് കൂടുന്ന ഒരു ക്വസ്റ്റ്യൻ തരാം, നിങ്ങളതൊന്ന് ചെയ്ത് നോക്കണം. 24 പിന്നെ 12 പിന്നെ 12 പിന്നെ 18 അടുത്ത എക്സ് എന്തായിരിക്കും എന്ന് പറഞ്ഞേ. ഇത് തന്നെയാണ് UPSC ഇത്തവണ ചോദിച്ചത്. ഇപ്പൊ കുറഞ്ഞിട്ട് കൂടുകയാണ്. കുറഞ്ഞിട്ട് കൂടുമ്പോൾ ഒരു ഫ്രാക്ഷൻ ഇൻവോൾവ് ആവാൻ സാധ്യത ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ നോക്കുക. ബാക്കിയുള്ളവരൊന്ന് പറഞ്ഞു വേഗം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? 24ന്ന് ഹാഫ് മൾട്ടിപ്ലൈ ചെയ്താൽ 12 ആണ്. 12ന്റെ പിന്നെ 12 തന്നെയാണ്. 12ന്ന് 12 ആണെ 1 അല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? അല്ലെങ്കിൽ 2/2 എന്ന് എടുക്കാം 1നെ. 2/2 1 ആണല്ലോ. മനസ്സിലായോ? അടുത്തതോ 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 18 ആണ്. കാരണം 12 × 3/2 6 × 3 18 വരും. അടുത്തത് അപ്പൊ എന്തായിരിക്കും? 4/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 4/2 എന്ന് പറഞ്ഞാൽ 2. 18 × 2 36 ആയിരിക്കും. അപ്പൊ ഈ രണ്ട് രീതിയിൽ വരാം. അപ്പൊ ഇവിടെ 1/2 3/2 5/2 അങ്ങനെയാ പോകുന്നത്. അല്ലെങ്കിൽ 1/2 2/2 3/2 4/2 ഇങ്ങനെയും പോവാം. ഇതൊന്നും ഓർത്തിരിക്കുക. ഓക്കെ, ഇത് ഭയങ്കര കോമൺ ആയിട്ട് പല എക്സാംസിലും ചോദിക്കുന്നതാണ്, PSCയിലും ചോദിക്കാറുണ്ട്. ഓക്കെ, ശരി. അപ്പൊ അത് ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതാണ് സീരീസ് ആൻഡ് പ്രോഗ്രഷനിൽ നിങ്ങൾ പഠിക്കേണ്ടത്. സീരീസ് ആൻഡ് പ്രോഗ്രഷനിൽ അറിത്മെറ്റിക് പ്രോഗ്രഷൻ കോമൺ ആയിട്ട് ചോദിക്കുന്നുണ്ട്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. അപ്പൊ അറിത്മെറ്റിക് പ്രോഗ്രഷന്റെ ആ സിമ്പിൾ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. പിന്നെ പ്രോഗ്രഷൻ ഈ സീരീസിലേക്ക് വരുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, കുറഞ്ഞിട്ട് കൂടുന്ന സീരീസ് ഓർക്കുക, അതേപോലെ തന്നെ ഡിഫറൻസ് എടുത്ത് ചെയ്യാനുള്ള പരിപാടി ഓർക്കുക. ശരി, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. വെൻ ഡയഗ്രം. അപ്പൊ വെൻ ഡയഗ്രത്തില് നിങ്ങൾ രണ്ട് കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഒന്ന് 2 വെൻ ഡയഗ്രം വരുന്ന ക്വസ്റ്റ്യനും പിന്നെ 3 വെൻ ഡയഗ്രം വരുന്ന ക്വസ്റ്റ്യനും. ഓക്കെ, ഇതില് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്. ഇപ്പൊ UPSC പഠിക്കുമ്പോൾ നമ്മൾ CSAT പഠിക്കുമ്പോൾ പറയുന്ന സെയിം കാര്യം വെച്ചിട്ട് തന്നെയാണ് PSCയിലും ക്വസ്റ്റ്യൻസ് വന്നിട്ട് വളരെ കോമൺ ആയിട്ട് എല്ലാത്തിലും വരുന്നത് അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ. അപ്പൊ ആ ഒരു കാര്യം ഓർക്കണ്ട, ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടത്. അപ്പൊ ഇതിലേക്ക് വരുമ്പം, വെൻ ഡയഗ്രത്തിലേക്ക് വരുമ്പം നമുക്ക് ആദ്യം ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കാം. ഒരു സ്ഥലത്ത് ഒരു ക്ലാസ് റൂമിൽ ഫുട്ബോൾ കളിക്കുന്ന ഒരു 12 പേരുണ്ടെന്ന് വിചാരിക്കും. ക്രിക്കറ്റ് കളിക്കുന്ന ഒരു 10 പേരുണ്ടെന്ന് വിചാരിക്കും. ഫുട്ബോളും ക്രിക്കറ്റും കളിക്കുന്ന ഒരു 3 പേരുണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിൽ മൊത്തം എത്ര പേരുണ്ട് എന്ന് എന്തെങ്കിലും ചോദിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇതില് നമ്മൾ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് വെൻ ഡയഗ്രം വരച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്തും ചെയ്യാം. ഇതില് PSC ജനറലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇക്വേഷൻ യൂസ് ചെയ്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. UPSCയിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല, കുറച്ചുകൂടി ഡീപ്പർ ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വരച്ചൊക്കെ ചെയ്യേണ്ടി വരും കൂടുതലായിട്ട്. പക്ഷെ PSCയിൽ വരുമ്പോൾ ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇക്വേഷനും കൂടി നിങ്ങൾ ഇക്വേഷൻ വെച്ച് ചെയ്യുന്നതും കൂടി ഓർക്കുക. കാരണം അത് നിങ്ങൾക്ക് മനസ്സിലായ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് വെൻ ഡയഗ്രം ഒന്ന് വരച്ചു നോക്കാം. അപ്പൊ വെൻ ഡയഗ്രം വരയ്ക്കുമ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ക്രിക്കറ്റ് ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്. ഓക്കെ ആണല്ലോ, ക്രിക്കറ്റും ഉണ്ട്, ഫുട്ബോളും ഉണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ആദ്യം ലാസ്റ്റ് എന്ന് വരണം. ഓക്കെ, വെൻ ഡയഗ്രം വരയ്ക്കുമ്പോൾ എപ്പോഴും കൂടുതൽ ഇന്റർസെക്ഷൻ ഉള്ള സ്ഥലത്ത് നിന്ന് വരണം, ലാസ്റ്റ് എന്ന് വരണം. ക്രിക്കറ്റും ഫുട്ബോളും കളിക്കുന്ന 3 ആളുണ്ട്. അപ്പൊ ക്രിക്കറ്റിന്റെ സർക്കിൾ ഇതാണ്, ഫുട്ബോളിന്റെ സർക്കിൾ ഇതാണ്. രണ്ടിന്റെയും കൂടി കോമൺ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ്. ആ കോമൺ ഏരിയയിലാണ് നിങ്ങൾ 3 എഴുതേണ്ടത്. ഇനി നമുക്കറിയാം ക്രിക്കറ്റിന്റെ സർക്കിളിൽ 10 പേര് വരണം, ഫുട്ബോളിന്റെ സർക്കിളിൽ 12 പേരും വരണം. അപ്പൊ ക്രിക്കറ്റിന്റെ സർക്കിളിൽ ഓൾറെഡി ഞാൻ 3 ഇവിടെ എഴുതിയിട്ടുണ്ട്, ബാക്കി 7 ആണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. മൊത്തം 10 ആണ് വരേണ്ടത്.
ഫുട്ബോളിന്റെ സർക്കിൾ മൊത്തം 12 വരണം. ഓൾറെഡി 3 എഴുതിയിട്ടുണ്ട്. അപ്പൊ ബാക്കി 9 ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പൊ മൊത്തം ഈ വെൻ ഡയഗ്രത്തിൽ ഇപ്പൊ എത്ര ആള് വന്നു? മൊത്തം വെൻ ഡയഗ്രത്തിൽ എത്ര ആളുണ്ട്? ഇതൊന്ന് കൂട്ടിക്ക് 7 3 10 9 19 പേരാണ്. അപ്പൊ ആ മൊത്തം വെൻ ഡയഗ്രത്തിൽ 19 പേരുണ്ട്. ഓക്കെ. അപ്പൊ അതിന്റെ അർത്ഥം ക്രിക്കറ്റും ഫുട്ബോളും കളിക്കുന്ന ക്ലാസ്സിൽ 19 പേരുണ്ട്. അതാണ് ആ വെൻ ഡയഗ്രത്തിൽ മൊത്തം ആളുകൾ. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാം. ഇക്വേഷൻ യൂസ് ചെയ്ത് ഇത്രയേ ഉള്ളൂ. N ഓഫ് A യൂണിയൻ B ഈസ് ഈക്വൽ ടു, ഈ A യൂണിയൻ B എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ വെൻ ഡയഗ്രത്തിൽ മൊത്തം എത്ര പേരുണ്ട് എന്നാണ് അർത്ഥം. N ഓഫ് A യൂണിയൻ B എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ വെൻ ഡയഗ്രത്തിൽ മൊത്തം എത്ര പേരുണ്ട്. ദാറ്റ് ഇസ് ഈക്വൽ ടു N ഓഫ് A പ്ലസ് N ഓഫ് B മൈനസ് N ഓഫ് A ഇന്റർസെക്ഷൻ B. N ഓഫ് A എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുട്ബോൾ കളിക്കുന്ന എത്ര പേരുണ്ട്? 12 പേര്. N ഓഫ് B എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് കളിക്കുന്ന എത്ര പേരുണ്ട്? 10 പേരുണ്ട്. മൈനസ് N ഓഫ് A ഇന്റർസെക്ഷൻ B എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഏരിയയിൽ എത്ര പേരുണ്ട് എന്ന് വെച്ചാൽ ക്രിക്കറ്റും ഫുട്ബോളും ഒന്നിച്ച് കളിക്കുന്ന എത്ര പേരുണ്ട്? 3 പേരുണ്ട്. അപ്പോൾ 12 10 കൂട്ടിയ 22 മൈനസ് 3 അങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് 19 കിട്ടും. ഫോർക്ക് N ഓഫ് A യൂണിയൻ B എന്ന് പറഞ്ഞാൽ എന്താണ്? N ഓഫ് A യൂണിയൻ B എന്ന് പറഞ്ഞാൽ ആ വെൻ ഡയഗ്രത്തിൽ എത്ര പേരുണ്ട്? ഇത് ഓക്കെ ആയിരിക്കുമല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? എന്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണേ. ഇനി ഇതിൽ നിങ്ങൾ പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ ചെയ്തേ, എന്നിട്ട് ആൻസർ പറഞ്ഞു. ഓക്കെ. എന്റെ ക്ലാസ്സിൽ ഇരുന്നോളൂ ഇത് കറക്റ്റ് ആക്കണം കേട്ടോ. ആൻസർ മുന്നേ സീസാറ്റിൽ ഇരുന്ന ആൾക്കാരുടെ കറക്റ്റ് ആക്കണം. ഓക്കെ. ബാക്കിയുള്ളവർ തെറ്റിച്ചാൽ കുഴപ്പമില്ല. ഓക്കെ. കുറെ പേര് കറക്റ്റ് പറയുന്നുണ്ട്, കുറച്ച് പേർക്ക് തെറ്റുന്നുണ്ട്. ഇത് ആക്ച്വലി ആൻസർ ഡി ആണ്. എന്തുകൊണ്ടാണ്? ആ ഒരു ഡിഫറൻസ്, ആ ഒരു കാര്യമാണ് നിങ്ങൾ വെൻ ഡയഗ്രത്തിൽ കറക്റ്റ് മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് ഡി വരുന്നു? അപ്പൊ കുറച്ച് പേര് 5 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് തോന്നുന്നു എന്തുകൊണ്ട് 5 ആവത്തില്ല. ഓക്കെ, ഞാൻ നോക്കാം. ഇത് ജനറലി എല്ലാവരും എങ്ങനെ ചെയ്യാം? ഒരു ക്ലാസ് റൂമിൽ 30 കുട്ടികളുണ്ട്, 20 ആൾക്കാർക്ക് ഫുട്ബോൾ കളിക്കാൻ അറിയാം. അപ്പൊ ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഫുട്ബോളിന്റെ സർക്കിൾ ഉണ്ട്, ക്രിക്കറ്റിന്റെ സർക്കിൾ ഉണ്ട്. ഫുട്ബോളിന്റെ സർക്കിളിൽ 20 വരണം, ക്രിക്കറ്റിന്റെ സർക്കിളിൽ 15 വരണം. ശരി. അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര പേർക്ക് ഫുട്ബോളും ക്രിക്കറ്റും കളിക്കാൻ അറിയാനാണ്? ജനറലി ഇതെങ്ങനെയാ ചെയ്യാം? ഇപ്പം 20 ഉണ്ട്, 15 ഉണ്ട്. ഫുട്ബോൾ 20, ക്രിക്കറ്റ് 15. പക്ഷെ മൊത്തം 30 കുട്ടികളായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഈ വെൻ ഡയഗ്രത്തിൽ മൊത്തം ഈ വെൻ ഡയഗ്രം വരയ്ക്കാന്ന് വിചാരിച്ചു. അപ്പം 20ഉം 15ഉം സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾ കൂട്ടി. 20ഉം 15ഉം കൂട്ടി എത്ര വരുന്നുണ്ട്? 35 വരുന്നുണ്ട്. പക്ഷേ ഈ ക്ലാസ്സിൽ 30 കുട്ടികളെ ഉള്ളൂ. ക്ലാസ്സിൽ എത്രയേ ഉള്ളൂ? 30 കുട്ടികളെ ഉള്ളൂ. അപ്പൊ ജനറലി നിങ്ങൾ ആലോചിക്കും, ഓക്കെ 35 ഇതിൽ മൊത്തം മീൻസ് സെപ്പറേറ്റ് ചെയ്ത് സം ചെയ്യുമ്പോൾ നമുക്ക് 35 വരുന്നുണ്ട്. പക്ഷേ ഈ വെൻ ഡയഗ്രത്തിൽ 30 വരാൻ പാടുള്ളൂ, കാരണം ക്ലാസ്സിൽ 30 കുട്ടികളെ ഉള്ളൂ. 30 വരാൻ പാടുള്ളൂ. അപ്പം 35ന് 30 കുറച്ചാൽ എന്താ? 5 എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. സെപ്പറേറ്റ് ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ ഒരു 5 എക്സ്ട്രാ വരുന്നു. ആ 5 ആയിരിക്കും ഇവിടെ സെന്ററിൽ വരിക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫുട്ബോളിന്റെ സർക്കിളിൽ 15 ഇവിടെ വരണം, മൊത്തം 20 ആയി. ക്രിക്കറ്റിന്റെ സർക്കിളിൽ മൊത്തം 15 ആണ്, 5 ഓൾറെഡി വരച്ചിട്ടുണ്ട്, ബാക്കി 10 ഇവിടെ വരണം. ഇങ്ങനെയായിരിക്കും ജനറലി നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾ എന്ത് പറയും? 5 ആൻസർ പറയും. കാരണം ക്രിക്കറ്റും ഫുട്ബോളും കളിക്കുന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ 5 ആണ് ഇന്റർസെക്ഷനിൽ വരുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ? കുറച്ച് പേര് ഡി പറഞ്ഞു. എന്തുകൊണ്ട് അവർ ഡി പറഞ്ഞേ? കാരണം ഈ ക്ലാസ് റൂമിൽ മൊത്തം 30 കുട്ടികളല്ലേ. ഈ 30 കുട്ടികളിൽ ചില കുട്ടികള് ചിലപ്പോ ക്രിക്കറ്റും കളിക്കുന്നുണ്ടാവില്ല, ഫുട്ബോളും കളിക്കുന്നുണ്ടാവില്ല. നമുക്കറിയില്ല. കാരണം ഒരു ക്ലാസ്സിൽ 30 കുട്ടികൾ ഉണ്ട് എന്നാ പറഞ്ഞത്. അതില് 20 പേർക്ക് ഫുട്ബോൾ ഇഷ്ടമുണ്ട്, 15 പേര്. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പം പറയാണ്, ഇപ്പൊ ഈ ചാറ്റിനകത്ത് 21 പേരുണ്ട്. ഈ ക്ലാസ്സിൽ ഇപ്പൊ 21 പേരുണ്ട്. ഇതിൽ ഞാൻ നിങ്ങളോട് ക്രിക്കറ്റ് എത്ര പേർക്ക് ഇഷ്ടമുണ്ടെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു 10 പേര് ഇഷ്ടമുണ്ട് എന്ന് പറയും. ഫുട്ബോൾ ഇഷ്ടമുള്ള എത്ര പേരുണ്ട് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു 15 പേര് ഇഷ്ടമാണെന്ന് പറയും. എന്നാൽ രണ്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഈ ക്ലാസ്സിൽ ഉണ്ടാവില്ലേ? അതിനെക്കുറിച്ചൊരു ഡാറ്റയും ഇവിടെ തന്നിട്ടില്ലല്ലോ. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് നിങ്ങൾക്ക് ഇതിനകത്ത് വേണ്ടത്. ഉദാഹരണത്തിന് ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങനെ പറയാന്ന് വിചാരിച്ചു. അതായത് ക്ലാസ് റൂമിൽ 30 കുട്ടികളുണ്ട്, ഫുട്ബോളിൽ 20 പേർക്ക് ഇഷ്ടം, ക്രിക്കറ്റ് 15 പേർക്ക് ഇഷ്ടം. എന്നിട്ട് ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി തരികയാണ്. എവ്രി വൺ ഇൻ ദ ക്ലാസ് റൂം ലൈക്ക്
അറ്റ്ലീസ്റ്റ് വൺ സ്പോർട്ട് എമംഗ് ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ എന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? അങ്ങനെയാണ് 5 ആൻസർ വരിക. കാരണം എന്താ, ഇവിടെ പറയുന്നത് 30 കുട്ടികൾ ക്ലാസ്സിലുണ്ട്. ആ 30 കുട്ടികൾക്കും ഏതെങ്കിലും ഒന്ന് ഇഷ്ടമാണെന്ന് ഞാൻ പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ, നമ്മൾ ഈ വരയ്ക്കുന്ന വെൻ ഡയഗ്രത്തിൽ, ക്രിക്കറ്റിന്റെ ഫുട്ബോളിന്റെ വെൻ ഡയഗ്രം ആണല്ലോ വരയ്ക്കുന്നത്, ആ വെൻ ഡയഗ്രത്തില് എല്ലാ കുട്ടികളെയും ഇൻക്ലൂഡ് ചെയ്തോളണം. അതായത് 30 കുട്ടികളിലും എല്ലാവർക്കും ഏതെങ്കിലും ഒന്ന് ഇഷ്ടമാണ്. അതിന്റെ അർത്ഥം ഈ വെൻ ഡയഗ്രത്തിൽ 30 പേരെ ഇൻക്ലൂഡ് ചെയ്യണം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ 5 ശരിയാണ്. കാരണം എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യണം. ഇനി ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തരികയെന്ന് വിചാരിച്ചു. അതായത് ഞാൻ പറയാണ്, ഈ ക്ലാസ്സിൽ 2 കുട്ടികൾക്ക് ക്രിക്കറ്റും ഇഷ്ടമല്ല ഫുട്ബോളും ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ തന്നു. ഓക്കെ, ഈ ക്ലാസ് റൂമിൽ 2 പേർക്ക് ക്രിക്കറ്റും ഇഷ്ടമല്ല ഫുട്ബോളും ഇഷ്ടമല്ല. അപ്പൊ ഞാൻ വെൻ ഡയഗ്രം വരയ്ക്കുകയാണെങ്കിൽ ക്രിക്കറ്റിന്റെ ഫുട്ബോളിന്റെ വെൻ ഡയഗ്രം ആണല്ലോ വരയ്ക്കുന്നത്. 30 കുട്ടികൾ ക്ലാസ്സിലുണ്ട്, പക്ഷെ 2 കുട്ടികൾക്ക് രണ്ടും ഇഷ്ടമല്ല. അപ്പൊ ആ 2 കുട്ടികളെ എനിക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റൂല. കാരണം രണ്ടും ഇഷ്ടമല്ലല്ലോ. അപ്പൊ ഇതിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ആ 2 പേരെ പുറത്തിരുത്തേണ്ടി വരും. ക്രിക്കറ്റും ഇഷ്ടമല്ല ഫുട്ബോളും ഇഷ്ടമല്ല, അപ്പൊ പുറത്തിരിക്കുക. ബാക്കി 28 പേരെയല്ലേ ഈ വെൻ ഡയഗ്രത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടുള്ളൂ. ബാക്കി 28 പേരെ ഇൻക്ലൂഡ് ചെയ്യാൻ പാടും. അപ്പൊ ക്രിക്കറ്റിന്റെ സർക്കിളിൽ 15 വരണം, ഫുട്ബോളിന്റെ സർക്കിളിൽ 20 വരണം. രണ്ടും കൂടി കൂട്ടുമ്പോൾ 35 വരുന്നുണ്ട്. പക്ഷേ 28 പേരെ ഇൻക്ലൂഡ് ചെയ്യാൻ പാടുള്ളൂ. ഇതിന്റെ അകത്ത് 35 മൈനസ് 28 ചെയ്ത 7 വരുന്നുണ്ട്. ആ 7 അപ്പൊ സെന്ററിൽ വരിക. അപ്പൊ മാറി ആൻസർ. അതായത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ വേണമായിരുന്നു, എന്നാലേ നിങ്ങൾക്ക് ആൻസർ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ നിങ്ങൾക്ക്? എസ്പെഷ്യലി നിങ്ങൾ 5 പറഞ്ഞ ആൾക്കാർക്ക് ഇത് ക്ലിയർ ആണോ? ഇത് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ തന്നെയാണ് ഞാൻ ഇത് പറയാൻ കാരണം. എന്താ വെച്ചാൽ ഇത് UPSC ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുക. UPSC ഇങ്ങനെ ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യും. PSC ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. PSCയുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ക്ലാസ് റൂമിനെ കുറിച്ചോ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കുറിച്ചോ ചോദിക്കുകയാണെങ്കിൽ അതിൽ രണ്ടും ഇല്ലാത്ത, രണ്ടിലും ഇൻക്ലൂഡ് ചെയ്യാത്ത ആൾക്കാരെ വെച്ചിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പക്ഷെ അത്ര ഡീപ്പല്ല, ജനറൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാൽ മതി. അപ്പൊ നിങ്ങൾ ഇത്രയും ഓർക്കപ്പോ, ഒരു ക്ലാസ്സിൽ 30 കുട്ടികൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ ചിലപ്പോൾ രണ്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഉണ്ടാവാം. സെറ്റാണോ? ഓക്കെ ആണോ? ഈ അണ്ടർസ്റ്റാൻഡിങ് ഓക്കെ ആണോ? ശരി. അപ്പൊ നമുക്കിനി ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുമ്പേ 3 വെൻ ഡയഗ്രം ഉള്ള കാര്യം കൂടി ഒന്ന് നമുക്ക് നോക്കാം. അതായത് 3 ഡാറ്റ തന്നിട്ട്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ 2 ഡാറ്റയാണുള്ളത്. ക്ലിയർ ആണല്ലോ? ആൻസർ തെറ്റിയ ആൾക്കാർക്ക് ക്ലിയർ ആണല്ലോ? ഒന്ന് കമന്റ് ഇട്ടെ, ആ ഒരു കാര്യം ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. ഇനിയിപ്പോ ഞാൻ 3 ഉള്ളത് പറയാൻ വിചാരിച്ചു. അപ്പൊ ഫുട്ബോൾ ഇഷ്ടമുള്ള ഒരു 10 പേരുണ്ട്, ക്രിക്കറ്റ് ഇഷ്ടമുള്ള 12 പേരുണ്ട്, ഒരു ഹോക്കി ഇഷ്ടമുള്ള ഒരു 8 പേരുണ്ട്, ഫുട്ബോളും ക്രിക്കറ്റും ഇഷ്ടമുള്ള ഒരു 2 പേരുണ്ട്, ക്രിക്കറ്റും ഹോക്കിയും ഇഷ്ടമുള്ള 3 പേരുണ്ട്, ഫുട്ബോളും ഹോക്കിയും ഇഷ്ടമുള്ള ഒരാളുണ്ട്, ഫുട്ബോളും ക്രിക്കറ്റും ഹോക്കിയും ഇഷ്ടമുള്ള ഒരാളുണ്ട്. ഇങ്ങനെ 3 ഡാറ്റ തന്നു എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ നോർമലി എന്ത് വരയ്ക്കും? അപ്പൊ വരച്ചിട്ടും ചെയ്യാം, അല്ലാണ്ടും ചെയ്യാം. ഓക്കെ, അപ്പൊ 3 വരയ്ക്കാന്ന് വിചാരിച്ചു. ഇത് ക്രിക്കറ്റിന്റെ സർക്കിൾ ആണ്, ഇത് ഫുട്ബോളിന്റെ സർക്കിൾ ആണ്, ഇത് ഹോക്കിയുടെ സർക്കിൾ ആണ്. അപ്പൊ എഗെയിൻ നിങ്ങൾ എന്ത് ചെയ്യണം? ബാക്ക് നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ക്രിക്കറ്റ് ഫുട്ബോളും ഹോക്കിയും കളിക്കുന്ന ഒരാളല്ല. അപ്പൊ 1 എന്ന് നിങ്ങൾ ഇവിടെ എഴുതേണ്ടി വരും. 3ന്റെയും കൂടി ഇന്റർസെക്ഷൻ. 3ന്റെയും കൂടി ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ അല്ലേ, അവിടെ നിങ്ങൾ 1 എന്ന് എഴുതണം. ഓക്കെ. ഫുട്ബോളും ഹോക്കിയും കളിക്കുന്ന ഒരാളാണ്. അപ്പൊ ഫുട്ബോളിന്റെ ഹോക്കിയുടെ ഇന്റർസെക്ഷൻ, ഇത് ഫുട്ബോളിന്റെ സർക്കിൾ ആണ്, ഇത് ഹോക്കിയുടെ സർക്കിൾ ആണ്. അപ്പൊ ഇവിടെ ഒരാളെ വരാൻ പാടുള്ളൂ. ഓൾറെഡി അവിടെ ഒരാളില്ലേ. അപ്പൊ നിങ്ങൾ ഇവിടെ 0 എന്ന് എഴുതേണ്ടി വരും. ഇവിടെ മനസ്സിലായോ? ഇവിടെ ഓൾറെഡി ഒരാൾ ഇവിടെ ഉണ്ട്, അപ്പൊ ബാക്കി 0 ആണ് അപ്പുറത്ത് എഴുതുന്നത്. ക്രിക്കറ്റിന്റെ ഹോക്കിന്റെ സർക്കിളിൽ 3 പേര് വരണം. അപ്പൊ ക്രിക്കറ്റിന്റെ ഹോക്കിന്റെ സർക്കിൾ ഇതാ ഇവിടെ 3 പേര് വരണം. ഓൾറെഡി ഒരാൾ ഇവിടെ ഉണ്ട്, അപ്പൊ ബാക്കി 2 പേരാണ് ഇവിടെ വരുന്നത്. ഫുട്ബോളിന്റെയും ക്രിക്കറ്റിന്റെയും സർക്കിളിൽ 2 വരണം. അപ്പൊ ഫുട്ബോളിന്റെയും ക്രിക്കറ്റിന്റെയും കൂടി ഇന്റർസെക്ഷനിൽ 2 വരണം. ഓൾറെഡി ഒരാൾ ഇവിടെ ഉണ്ട്, ബാക്കി ഒരാൾ ഇവിടെ വരും. ഇനി ഹോക്കിയുടെ സർക്കിളിൽ 8 വരണം. ഹോക്കിയുടെ സർക്കിളിൽ ഓൾറെഡി ഇവിടെ 2, 1, 3 ആയി, ബാക്കി 5 ആയിരിക്കും ഇവിടെ വരയ്ക്കേണ്ടത്. ഓക്കെ. ക്രിക്കറ്റിന്റെ സർക്കിളിൽ 12 വരണം. ക്രിക്കറ്റിന്റെ സർക്കിൾ നോക്കിയാൽ 1, 1, 2, 4 പേര് ഓൾറെഡി ഇവിടെ ഉണ്ട്, ബാക്കി 8 ആണ് ഇവിടെ വേണ്ടത്. ഫുട്ബോളിന്റെ സർക്കിളിൽ 10 വരണം. 1, 1 കൂട്ടിയാൽ 2, ബാക്കി 8 ആയിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഇത് വരയ്ക്കേണ്ടത്. ഇനി ഇവിടെ ഇപ്പൊ മൊത്തം എത്ര പേരുണ്ട് ചോദിച്ചാൽ ഇത് കൂട്ടുക. 8, 10, 12, 20, 25 എന്ന് കിട്ടും. ഓക്കെ അല്ലെ? സോറി, 8ഉം കറക്റ്റ് അല്ലേ? 12, 8, 20, 25. ഓക്കെ, അപ്പൊ 25 പേരുണ്ട് എന്ന് കിട്ടും ടോട്ടൽ. സെറ്റാണല്ലോ? ഇത് നമ്മൾ എന്താ ചെയ്തത്? വെൻ ഡയഗ്രം വരച്ചിട്ട് ചെയ്തു. ഇനി ഇത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിൽ മൊത്തം എത്ര പേരുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പം ജനറലി PSC ചോദിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ 3 ഉള്ളതാണ് കൂടുതലായിട്ട് ചോദിക്കുന്നത്. അതിൽ തന്നെ ഈവൻ കഴിഞ്ഞ KS-നും അങ്ങനെ തന്നെയാണ്.
അതിൽ തന്നെ നിങ്ങൾക്ക് ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി. ഇങ്ങനെ വരച്ച് ചെയ്താൽ കുറച്ച് ടൈം എടുക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി. അപ്പൊ അവിടുത്തെ ഇക്വേഷൻ എന്താ, മൂന്നെണ്ണം വരുമ്പോൾ എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ, മൂന്നാളുണ്ട്, അതുകൊണ്ടാണ് എയും ബിയും സിയും വരും. ഇതിന്റെ അർത്ഥം വെൻ ഡയഗ്രത്തിൽ മൊത്തം എത്ര പേരുണ്ട്, ഈ 25 തന്നെയാണ് അവിടെ കിട്ടേണ്ടത്. ദിസ് ഇസ് ഈക്വൽ ടു, നിങ്ങൾ ഈ ഇക്വേഷൻ പഠിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന രീതി പഠിക്കാം. ഓക്കെ, എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി, അതൊരു സെറ്റ്, മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി മൈനസ് എൻ ഓഫ് ബി ഇന്റർസെക്ഷൻ സി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ സി, ഇതൊരു സെറ്റ്, പ്ലസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ഇതാണ് ഇക്വേഷൻ. പക്ഷെ നിങ്ങൾ എങ്ങനെ പഠിക്കണം വെച്ചാൽ ഇക്വേഷൻ ഇങ്ങനെ ബൈ ഹാർട്ട് ഒന്നും പഠിക്കണ്ട. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ 3 ഇൻഡിവിജ്വൽ ആയിട്ട് കിടക്കുന്ന ആളില്ലേ, ഫുട്ബോൾ, ക്രിക്കറ്റ്, ഹോക്കി, ഇത് 3 ഇൻഡിവിജ്വൽ ആയിട്ട് കിടക്കുന്ന ആളെ 3 കൂട്ടുക. അപ്പൊ 10ഉം 12ഉം 22ഉം 8ഉം 30 എന്ന് കിട്ടും. അതവിടെ കൂട്ടി അവിടെ എഴുതുക. ഇനി 2 ഇന്റർസെക്ഷൻ ഉള്ള ആൾക്കാരില്ലേ, അതായത് ഫുട്ബോൾ ക്രിക്കറ്റ്, ക്രിക്കറ്റ് ഹോക്കി, ഫുട്ബോൾ ഹോക്കി, അത് ഒന്നിച്ച് ആഡ് ചെയ്തിട്ട് അവിടെ എഴുതുക. 2, 3, 5, 1, 6, അതവിടെ ഉണ്ട്. ഇത്രയും ചെയ്തു വെക്കുക. ആൻസർ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ 30 ഇവിടെ കിട്ടിയത്. അത് നീ 6 കുറയ്ക്കുക, പിന്നെ +1 ചെയ്യുക. 30 - 6 24, +1 25. തെറ്റാണോ? നമ്മളിപ്പം ചെയ്ത എന്താന്ന് മനസ്സിലായോ? ഈ ഇക്വേഷൻ തന്നെയാണ് ഞാൻ ചെയ്തത്, പക്ഷെ അതിനെ കുറച്ചുകൂടി ഈസി ആക്കിയെന്നേ ഉള്ളൂ. ഈ 3 എണ്ണം ഒന്നിച്ച് ആഡ് ചെയ്തു, അതാണ് നമുക്ക് കിട്ടിയ 30. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സാധനത്തിനെ ഒന്നിച്ച് ആഡ് ചെയ്തു, അത് അവിടെ എഴുതി വെച്ചു. ഇനി ഇത് 3 മൈനസ് ചെയ്യല്ലേ ചെയ്യണ്ടേ, അപ്പൊ ഇതെല്ലാം ഒന്നിച്ച് ആഡ് ചെയ്ത് ഒന്നിച്ചങ്ങ് മൈനസ് ചെയ്താൽ പോരെ. അതാണ് ഞാൻ ഇവിടെ ചെയ്തത്. ഈ 3 എണ്ണം ഒന്നിച്ച് ആഡ് ചെയ്തു, 2, 3, 5, 1, 6, അതവിടെ ഒന്നിച്ച് ആഡ് ചെയ്തു, അത് എന്നിട്ട് ഒന്നിച്ചങ്ങ് കുറച്ചു, അതാണ് ഇവിടെ ഞാൻ -6 ചെയ്തത്. ഫൈനലി 3ന്റെ ഇന്റർസെക്ഷൻ ആഡാ ചെയ്യേണ്ടത്, 3ന്റെ ഇന്റർസെക്ഷൻ 1 അത് ആഡ് ചെയ്തു. തെറ്റാണോ? പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ ആണോ? സർ ഒരു ഡൗട്ട് ഉണ്ട്. ഹലോ പറഞ്ഞു. സർ, ആ മൂന്നാമത്തെ ബട്ടൺ, ആ 3ൽ ഇന്റർസെക്ഷൻ വരുന്നത്, അത് ആഡ് ചെയ്യുന്നതിന്റെ ലോജിക് ഒന്ന് പറഞ്ഞുതരുമോ? അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അത് അത്രയും ഡീപ്പിലേക്ക് ഞാൻ പോകുന്നില്ല. അതെന്താന്ന് പറഞ്ഞാൽ ആക്ച്വലി എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. അതായത് ഇത് 3ഉം ആഡ് ചെയ്യുക ഇൻഡിവിജ്വൽ ആയിട്ട്. അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഡബിൾ ആയിട്ട് ആഡ് ആയി പോകുന്നുണ്ട്. കണ്ടോ, ഇതും ആഡ് ചെയ്യുമ്പോൾ ഈ സാധനം ഡബിൾ ആയില്ലേ, ഈ സാധനം ഡബിൾ ആയി, അങ്ങനെ ഡബിൾ ആയിട്ട് ആഡ് ചെയ്യും. അതുകൊണ്ടാണ് ഒരു തവണ ഇത് കുറയ്ക്കുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കുറയ്ക്കുമ്പോൾ ഈ സാധനം ഒരു തവണ പോയി, ഇത് കുറയ്ക്കുമ്പോൾ ഈ ഇന്റർസെക്ഷനിലുള്ള ആള്, 3ന്റെയും കൂടി ഇന്റർസെക്ഷനിലുള്ള ആളും പോയി. ഇത് എക്സ്ട്രാ ആയിട്ട് ഒഴിവായി പോകുന്നുണ്ട്. അത് ഒഴിവാക്കാനാണ് പിന്നെ ഒരു പ്ലസ് ആഡ് വരുന്നത്. പറഞ്ഞത് മനസ്സിലായോ? അതായത് ഒന്നുകൂടി ഞാൻ പറയാം, നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഇത് ഇങ്ങനെ ആഡ് ചെയ്യാണ്. അപ്പൊ ഇത് ആഡ് ചെയ്യുമ്പോൾ ഈ സാധനം ആഡ് ആവുന്നുണ്ട്, ഇത് ആഡ് ചെയ്യുമ്പോൾ വീണ്ടും ഇതേ സാധനം ആഡ് ആയി, പിന്നെ ഇത് ആഡ് ചെയ്യുമ്പോൾ വീണ്ടും ഇതേ സാധനം. അപ്പൊ ഇതൊക്കെ ഡബിൾ ആയിട്ട് ആഡ് ആവുന്നുണ്ട്. അത് ഒഴിവാക്കാനാണ് നമ്മൾ ഇത് മൈനസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഡബിൾ ആയിട്ട്, ഈ സാധനം ഡബിൾ ആയിട്ട് ആഡ് ആയതുകൊണ്ട് ഞാൻ അത് കുറയ്ക്കുന്നു. അതാണ് ഇതും കുറച്ചത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം, ഇത് ഞാൻ കുറയ്ക്കുമ്പം ഈ സാധനം ഒരു തവണ പോയി, വീണ്ടും ഇത് കുറയ്ക്കുമ്പോൾ ഈ സാധനം ഒരു തവണയും കൂടി പോയി. 2 തവണ പോയാൽ കുഴപ്പമില്ല, കാരണം അത് ഡബിൾ കൗണ്ട് എക്സ്ട്രാ വരുന്നത്. പക്ഷെ ഈ സാധനം കൂടി കുറയ്ക്കുമ്പോൾ വീണ്ടും അത് ഒരു തവണയും കൂടി പോകുന്നുണ്ട്. പക്ഷെ അത് അപ്പൊ മൊത്തത്തിൽ പോയ പോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ അത് പിന്നെ ആഡ് ചെയ്യുന്നത്, ഒരു തവണ ആഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇക്വേഷൻ വന്നിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ സർ. അപ്പൊ അതിലേക്ക് ഇത്ര ഡീപ്പായിട്ടൊന്നും പോണ്ട. ഈ ഇക്വേഷൻ ഇങ്ങനെയാണ് ഉള്ളത്. അപ്പൊ ഇത് ഇക്വേഷൻ ബൈ ഹാർട്ട് ഒന്നും നിങ്ങൾ പഠിക്കാനും പോണ്ട, ഈ പറഞ്ഞ പോലെ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരാം. ഈ ക്വസ്റ്റ്യൻ ഇത് ആക്ച്വലി KS ചോദിച്ച ക്വസ്റ്റ്യനാ. ഇതൊന്ന് നിങ്ങൾ ചെയ്തേ. കഴിഞ്ഞ KS ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പൊ ഇതിനകത്ത് ഒരു കാര്യം പറയാം, എന്നിട്ട് ചെയ്തോ നിങ്ങൾ. ഇവിടെ മൊത്തം ആ കോളേജിൽ 200 സ്റ്റുഡൻസ് ഉണ്ട്, മൊത്തം 200 പേരുണ്ട്. ആ 200 പേരെ നിങ്ങൾ വെൻ ഡയഗ്രത്തിൽ വരയ്ക്കണോ? വേണ്ട. ഇത് നോക്കിയാൽ നിങ്ങൾ
ഹൗ മെനി സ്റ്റുഡൻസ് ടുക്ക് നൺ ഓഫ് ദീ സബ്ജക്ട്സ് എന്നാണ് ക്വസ്റ്റ്യൻ തന്നെ. അതിന്റെ അർത്ഥം എന്താ? ഒരു സബ്ജക്റ്റും എടുക്കാത്ത ആൾക്കാരും ഉണ്ട്. അവര് ഒരിക്കലും ആ വെൻ ഡയഗ്രത്തിൽ വരുന്നുണ്ടാവില്ല. മനസ്സിലായോ? അപ്പൊ സ്റ്റിൽ PSC ആണെങ്കിൽ ആ രീതിയിൽ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ. ഇതിൽ വെൻ ഡയഗ്രത്തിൽ കുറെ ആൾക്കാരെ വരയ്ക്കുന്നുണ്ട്. വെൻ ഡയഗ്രത്തിന്റെ പുറത്തും ആൾക്കാരുണ്ട്. ഒരു സബ്ജക്റ്റ് എടുക്കാത്ത ആൾക്കാർ വെൻ ഡയഗ്രത്തിന്റെ പുറത്തായിരിക്കും. അത് എത്ര പേരുണ്ട് എന്നാണ് ചോദിച്ചത്. നമ്മളിവിടെ എന്ത് ചെയ്യണം? വെൻ ഡയഗ്രത്തിൽ എത്ര പേരുണ്ട് എന്ന് ആദ്യം കണ്ടുപിടിക്കാം. അതിനെന്ത് ചെയ്താൽ മതി? നിങ്ങൾ വരച്ചൊന്നും നോക്കണ്ട, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെയ്താൽ മതി. ഇത് 3 എണ്ണം വരുന്ന സാധനമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 56 സ്റ്റുഡൻസ് ബയോളജി എടുത്തിട്ടുണ്ട്, 62 പേര് മാത്സ് എടുത്തിട്ടുണ്ട്, 84 പേര് സൈക്കോളജി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇൻഡിവിജ്വൽസ് ആണ്. അത് ഒന്നിച്ച് കൂട്ടുക നിങ്ങൾ. പിന്നെ 18 സ്റ്റുഡൻസ് 2 ബയോളജി മാത്സും എടുത്തിട്ടുണ്ട്, 20 പേര് ബയോളജിയും സൈക്കോളജിയും എടുത്തിട്ടുണ്ട്, 12 പേര് മാത്സും സൈക്കോളജിയും എടുത്തിട്ടുണ്ട്. അത് ഒന്നിച്ച് കൂട്ടുക. അപ്പൊ 2 എണ്ണത്തിന്റെ ഇന്റർസെക്ഷൻ ഒക്കെ ഒന്നിച്ച് കൂട്ടുക. പിന്നെ ഫൈനലി 8 പേര് 3 എടുത്തിട്ടുണ്ട്, അത് 8 ഉണ്ട് അവിടെ. ഇത് ഒന്നിച്ച് കൂട്ടിയ എത്ര വരും? 6, 10, 12, 202 എന്ന് വന്നു. ഓക്കെ. ഇത് കൂട്ടുമ്പോൾ എത്ര വരും? 12ഉം 18ഉം 30ഉം 20ഉം 50 എന്നും വരും. പിന്നെ ഇത് മൊത്തത്തിൽ 8 ഉണ്ട്. ഓക്കെ. എന്താ ചെയ്യേണ്ടത്? 202 ആദ്യം 50 കുറയ്ക്കുക, അപ്പൊ 152 കിട്ടും. പിന്നെ ഈ 8 അതിനോട് കൂട്ടുക. അപ്പൊ എത്ര കിട്ടി? 160. ഇതിന്റെ അർത്ഥം എന്താ? കിട്ടിയ 160ന്റെ അർത്ഥം എന്താ? ആ വെൻ ഡയഗ്രത്തിൽ 160 പേരുണ്ട്. പക്ഷെ ആ കോളേജിൽ 200 പേരില്ലേ? പക്ഷെ വെൻ ഡയഗ്രത്തിൽ 160 പേരേ ഉള്ളൂ. അതിന്റെ അർത്ഥം എന്താ? 40 പേര് പുറത്താണ്. അപ്പൊ ആ 40 പേരായിരിക്കും 3 സബ്ജക്റ്റും എടുക്കാത്തത്. ആൻസർ 40. ക്ലിയർ ആണോ? ഇത് KS ചോദിച്ചു. ഇങ്ങനെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻ PSC നിങ്ങൾ നോക്കിയാൽ ഡിഗ്രി പ്രിലിംസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ക്വസ്റ്റ്യൻ ഈ രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ കാര്യം ഒന്ന് ഓർത്തിരിക്കുക വെൻ ഡയഗ്രത്തിൽ. ഓക്കെ. അഗെയിൻ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. ഇതൊന്ന് ട്രൈ ചെയ്തേ.
ഇതും വളരെ സിമിലർ ക്വസ്റ്റ്യൻ തന്നെയല്ലേ? ഇത് ഡിഗ്രി പ്രിലിംസിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് വളരെ സിമിലർ ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ഇവിടെ ഫെയിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചാണ് ചോദിച്ചത്. അപ്പൊ 40 പേര് ഇംഗ്ലീഷിൽ ഫെയിൽ ആയിട്ടുണ്ട്, 53 പേര് മാത്സിൽ ഫെയിൽ ആയിട്ടുണ്ട്, 15 പേര് രണ്ടിലും ഫെയിൽ ആയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഈ മൊത്തം ഇതിനകത്ത് മൊത്തം നമ്മുടെ വെൻ ഡയഗ്രത്തിൽ എത്ര പേര് വരും ചോദിച്ചാൽ ഇവിടെ രണ്ടെണ്ണേ ഉള്ളൂ, ഇംഗ്ലീഷും മാത്സും മാത്രമേ ഉള്ളൂ. അപ്പൊ മൊത്തം വെൻ ഡയഗ്രത്തിൽ എത്ര പേര് വരും എന്ന് ചോദിച്ചാൽ പെർസെന്റേജ് ആകുമ്പോൾ നിങ്ങൾ മൊത്തം 100 കുട്ടികൾ ആണെന്ന് എടുത്താൽ മതി. അപ്പൊ 40% എന്ന് പറഞ്ഞാൽ 40 കുട്ടികൾ തന്നെയായിരിക്കും. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? 40 + 53 - 15 ചെയ്യുന്നു. 40 + 53 93 - 15 ചെയ്യുമ്പോൾ 93 എന്താ 15 കുറയ്ക്കണം. 93 10 കുറച്ച് 83, പിന്നെ ഒരു 5 കുറച്ച് 78. അപ്പൊ 78 കിട്ടി. അതിന്റെ അർത്ഥം എന്താ? വെൻ ഡയഗ്രത്തിൽ 78 കുട്ടികളേ ഉള്ളൂ, അല്ലെങ്കിൽ 78% കുട്ടികളേ ഉള്ളൂ. വെൻ ഡയഗ്രം വരച്ചത് എന്തിന്റെയാ? ഫെയിൽ ആയവരുടെ വെൻ ഡയഗ്രാം അല്ലെ? ഫെയിൽഡ് ഇൻ ഇംഗ്ലീഷ്, ഫെയിൽഡ് ഇൻ മാത്സ് ഒക്കെയാണ്. ഫെയിൽ ആയവരുടെ വെൻ ഡയഗ്രത്തിൽ 78 പേരേ ഉള്ളൂ. അതിന്റെ അർത്ഥം 78 പേരെ എന്തെങ്കിലുമൊക്കെ ഫെയിൽ ആയിട്ടുള്ളൂ. അപ്പൊ ഇതിൽ ഇല്ലാത്ത ആൾക്കാർ ഫെയിൽ ആയിട്ടുണ്ടാവില്ല, ഫുള്ളി പാസ്സായ ആൾക്കാരായിരിക്കും. അപ്പൊ 100-ല് ബാക്കിയുള്ള 22 പേര് അല്ലെങ്കിൽ 22% രണ്ടിലും പാസ്സായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവരെ വെൻ ഡയഗ്രത്തിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അഗെയിൻ സെയിം ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് രണ്ടെടുത്തത്. ഒരുവിധം 90% ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം ഓർത്തായിരുന്നാൽ മതി. അതായത് എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യില്ല, ഇൻക്ലൂഡ് ചെയ്യാത്ത ആൾക്കാർ എത്ര ഉണ്ട് എന്നാണ് കോമൺ ആയിട്ട് ചോദിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ ഞാൻ ആക്ച്വലി ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. നിങ്ങൾക്ക് 1.5 മണിക്കൂറായില്ലേ? അപ്പൊ നിങ്ങൾ കുറച്ച് മടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്കിനി നെക്സ്റ്റ് ഡേ എടുക്കാം. അപ്പൊ നിങ്ങൾ നാളെ ഓക്കെ ആയിരിക്കോ നിങ്ങൾക്ക്? ഇത് ഓക്കെ ആണോ? നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ അല്ലേ? അപ്പൊ എന്തായാലും ഞാൻ ഇതിന്റെ റെക്കോർഡിങ്ങും ഇടാം. നാളെ ഓക്കെ ആണെങ്കിൽ നമുക്ക് നാളെ എടുക്കാം. കാരണം നാളെ ചിലപ്പോൾ റിസൾട്ട് വരും UPSCയുടെ ഒക്കെ, നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട്. എനിവേ നമുക്ക് നോക്കാം. ശരി, നാളെ ഞാൻ ടൈമൊക്കെ ഞാൻ പറയാട്ടോ, നാളെ രാവിലെ പറയാം. അപ്പൊ നമുക്കിപ്പം നിർത്താം എന്തായാലും. ഓക്കെ, ശരി. ഓക്കെ.